നമസ്കാരം. മാർക്ക് ഫെല്ലറും ജൂവും ആ ഫൈറ്റ് നടന്ന സ്ഥലത്തുനിന്ന് അതിവേഗം രക്ഷപ്പെട്ടപ്പോൾ ശരിക്കും ആളുകളുടെ അഭിപ്രായം വളരെ വ്യത്യസ്തമായ ഒന്നാണ്. സാധാരണഗതിയിൽ ഹോളി സണ്ണിനെ പോലെ ഒരാള് അതും പ്രത്യേകിച്ച് ഒരു സ്വതന്ത്ര മാർഷൽ ആർട്ടിസ്റ്റ് പരാജയപ്പെടുത്തപ്പോൾ അയാളുടെ ആ പെർഫോമൻസ് 4 പേര് അംഗീകരിക്കാൻ വേണ്ടി ആ സ്റ്റേജിലെങ്ങ് നിൽക്കും. നമ്മൾ ലോകത്തെമ്പാടും കാണുന്നത് ആ കാഴ്ചയാണ്. എന്തെങ്കിലും ഒരു സമ്മാനമോ മറ്റോ കിട്ടുമ്പോൾ കുറേ നേരം അവിടെ നിന്ന് ആളുകളുടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു രീതിയാണ്. ഇവിടെ ആ അനുമോദനങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ മാർക്ക് ഫെല്ലർ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതും അവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കുകയാണ്. ആളുകളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മാർക്ക് അവിടെ നിൽക്കാത്തത് പലർക്കും ഒരു അതിശയം ഉണ്ടാക്കി. ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞ കമൻ്റാണ് അതിലേറെ രസം. മാർക്കിന് ചിലപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ സംഭവമായിരിക്കും. ഹോളിസണിനെ ശരിക്കും മാർക്ക് അത് സീരിയസ് ആയി എടുത്തു കാണില്ല. അതുകൊണ്ടായിരിക്കും യാവ കുടുംബത്തിൻ്റെ ഹോളിസൺ ആ നൈനാൻ തോറ്റപ്പോൾ മാർക്കിന് പ്രത്യേകിച്ച് സന്തോഷമൊന്നും തോന്നാത്തത്. അങ്ങനെ അവർക്ക് തോന്നാൻ ഒരു കാരണം കൂടിയുണ്ട്. നൈനാൻ തറയിലേക്ക് വീണ ആ നിമിഷത്തിൽ മാർക്ക് പറഞ്ഞൊരു ഡയലോഗ് എല്ലാവരും കേട്ടിരുന്നു. നൈനാൻ, ഞാനിപ്പോൾ നിന്റെ ജീവൻ നിനക്ക് തിരിച്ചു നൽകുകയാണ്. നിന്നെ വേണമെങ്കിൽ എനിക്കിപ്പോൾ കൊല്ലാം, അത് ഞാൻ ചെയ്യുന്നില്ല. നീ നിന്റെ എൽഡേഴ്സിനൊപ്പം വേഗം നിന്റെ ഫാമിലിയിലേക്ക് മടങ്ങിച്ചെല്ലും. അവിടെ ചെന്നിട്ട് നീ ശരിക്കും ശക്തനാകാൻ ശ്രമിക്കും. നിനക്ക് ഒരു ഭാവിയുണ്ട്. മാർക്ക് ഫെല്ലർ ഒരു മുതിർന്ന ആളെ പോലെയാണ് ആ സമയത്ത് സംസാരിച്ചത്. മാർക്ക് അത്രയും ഡയലോഗ് പറഞ്ഞപ്പോഴേക്കും ജൂ മാർക്കിനടുത്ത് എത്തിയിരുന്നു. ബാക്കി കാര്യങ്ങൾ മാർക്ക് പതുക്കെ ജൂവിനോടാണ് പറഞ്ഞത്. അതെന്താണെന്ന് ആരും കേട്ടിട്ടില്ല. എന്തായാലും മാർക്ക് ഫെല്ലറുടെ ആ ഡയലോഗ് അതും ഒരു വിഷയമായി മാറി. ശരിക്കും ആളുകൾക്ക് മാർക്കിനെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. യാവോ നൈനാനെ ആ എൽഡേഴ്സ് യാവോ കുടുംബത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നപ്പോൾ അവിടെ ആ കുടുംബത്തിലെ പ്രമുഖരൊക്കെ നൈനാന്റെ അവസ്ഥ കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഹോളിസൺ ഷൈനിന് ഒപ്പം നിൽക്കുന്ന കഥാപാത്രമാണ് ഈ നൈനാൻ. ഷൈനെ തോൽപ്പിക്കാൻ നൈനാന് കഴിയില്ലെങ്കിലും ഷൈന് ഒപ്പം നൈനും ഉണ്ടെന്ന് ഈ യാവോ കുടുംബം മനസ്സിൽ കരുതിയിരുന്നതാണ്. ആ നൈനാനാണ് വെറും ഒരു മാർക്ക് ഫെല്ലറോട് പരാജയപ്പെട്ടിരിക്കുന്നത്. മാർക്ക് ഫെല്ലറോട് യാവോ കുടുംബത്തിന്റെ യാവോ നൈനാൻ പരാജയപ്പെട്ടപ്പോൾ അയാൾ യാവോ കുടുംബത്തിന്റെ 3 ആ താമരകളും ഉപയോഗിച്ചിരുന്നു. അത് ശരിക്കും രഹസ്യ ആയുധമായിരുന്നു. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ആ താമരകൾ 3 എണ്ണമാണ് യാവോ നൈനാൻ മാർക്കുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഉപയോഗിച്ചത്. അത് 3ഉം ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ നോക്കിയാലും യാവോ കുടുംബത്തിന് അതൊരു വൻ നഷ്ടമാണ്. സ്വാഭാവികമായിട്ട് എമിലി ബ്ലാക്ക് ഈ വിവരം അറിഞ്ഞു. എമിലിക്ക് ഒരു വല്ലാത്ത സന്തോഷം അത് കേട്ടപ്പോൾ തോന്നുകയാണ്. സെമി സെൻ കാറ്റഗറിയിലേക്ക് കയറിയിരിക്കുന്ന മാർക്ക് ഫെല്ലർക്ക് സമാന കാറ്റഗറിയിൽപ്പെട്ട ആരും ഒരു വിഷയമേ അല്ല. നേരത്തെ തന്നെ എമിലി ആ കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കിനെ അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരാളും തോൽപ്പിച്ച ചരിത്രമില്ല. എമിലി ആകെ ത്രില്ലിലാണ്. പാത്ത് ഓഫ് ഹെവൻ 3 മാസത്തിനകത്ത് എത്തുമെന്നുള്ള ഒരു വാർത്ത അവളും കേട്ടിട്ടുണ്ട്. 3 മാസത്തിനകം സ്വർഗത്തുനിന്ന് ആ ഹോളി ലൈറ്റ് താഴെ ആ ഹോളി റിജിനിലേക്ക് വീഴുമ്പോൾ ആ നിമിഷത്തിൽ ഷൈനുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്താൻ ബ്ലാക്ക് കുടുംബം ഏതാണ്ട് റെഡിയായി നിൽക്കുകയാണ്. അവൾക്ക് ഇഷ്ടമില്ലാത്ത ആ വിവാഹത്തിന് അവളെ അവർ നിർബന്ധിക്കുകയാണ്. ആ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിച്ചോടുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. ഒളിച്ചോടിയാൽ എവിടെ താമസിക്കുമെന്നുള്ള എമിലിയുടെ ചിന്തകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. മാർക്കിന് ഡീമൺ റേസിലെ ആ അതിശക്തനുമായി അടുപ്പമുണ്ട്. അയാൾ വിചാരിച്ചാൽ മാർക്കിനെയും എമിലിയും ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എമിലി അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലും ഈ ചർച്ചകൾ നടക്കുകയാണ്. ഷീ കുടുംബത്തിലെ ഷിയു ഉൾപ്പെടെ എല്ലാവരും ഇത് കേട്ടു. ഷിയു യഥാർത്ഥത്തിൽ ഷൈൻ നേതാവായതിനു ശേഷം ഒരു സ്റ്റെപ്പ് മാറി നിൽക്കുകയാണ്. ജൂവിനെ നേരിടാനായി ആളെ അയച്ച നിമിഷത്തിലാണ് ഷിയു ഷൈനോട് ഉടക്കി മാറിയത്. ഡീൻലിയുമായി എതിരിടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ജ്യേഷ്ഠന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഷിയു പറഞ്ഞിരുന്നു. ഡീൻലി എന്നും തനിക്കൊരു വിഷയമേ അല്ല എന്ന ശൈലിയിലാണ് അന്ന് ഷിയുവിനെ എതിർത്തുകൊണ്ട് ഷൈൻ പറഞ്ഞത്. അതിനുശേഷം ഷീ കുടുംബത്തിന്റെ ഒരു കാര്യങ്ങളിലും ഷിയു ഇടപെടാറില്ല. ഷിയുവും മാർക്ക് ഫെല്ലറുടെ വിജയവാർത്ത കേട്ടിരുന്നു. അവന്റെ മുഖത്ത്
ശരിക്കും അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാവമാണ്. മാർക്കിനെ അഭിനന്ദിക്കണോ അതോ മാർക്ക് തന്റെ ജ്യേഷ്ഠന് ഉണ്ടാക്കാൻ പോകുന്ന ത്രെട്ടിനെ കുറിച്ച് ടെൻഷൻ അടിക്കണോ? ഇത് രണ്ടും ഇപ്പോൾ ഷിയുവിന് അറിയില്ല. ഷിയു അതുകൊണ്ട് തന്നെ നിസ്സംഗനായി ആ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു. പല സ്ഥലത്തും പല ശൈലിയിലുമുള്ള പ്രതികരണങ്ങൾ നടക്കുകയാണ്. പക്ഷേ സ്വതന്ത്ര കൾട്ടിവേറ്റേഴ്സും ചെറിയ ചെറിയ കുടുംബങ്ങളുടെ ആളുകളൊക്കെ വല്ലാത്ത ത്രില്ലിലാണ്. 9 ആ ഗ്രേറ്റ് കുടുംബങ്ങളും ആ ഹോളി റീജിയനെ അടക്കി ഭരിക്കുകയാണ്. ശരിക്കും ഏരിയ തിരിച്ച് അവർ ഭരണം നടത്തുന്നത്. അവർക്ക് മുകളിലേക്ക് കയറുവാൻ ഒരാളെയും അവർ അനുവദിക്കാറില്ല. എല്ലാ റിസോഴ്സസും അവർ അടക്കി പിടിക്കുന്നവരാണ്. അങ്ങനെയുള്ളപ്പോൾ ആ റിസോഴ്സസ് ഒന്നും കൈവശമില്ലാത്ത ഒരു വ്യക്തി ആ റിസോഴ്സസ് മുഴുവൻ കയ്യിലുള്ള ഒരാളെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യങ്ങൾ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ജൂ മാർക്കിനെയും കൊണ്ട് ഒരു സത്രത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും മാർക്കിന്റെ ബോധം പൂർണ്ണമായി നഷ്ടമാകുകയും ചെയ്തു. മാർക്ക് ഈ ലൈൻ വേർഡ് ഫോർമുലയും അതുപോലെ ബാറ്റിൽ വേർഡ് ഫോർമുലയും ആക്ടിവിറ്റി ചെയ്യുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. മാർക്കിന്റെ എൻറ്റയർ ഊർജവും മാർക്ക് ആ ചുരുങ്ങിയ സമയത്തേക്ക് ഏതാണ്ട് റോക്കറ്റ് കത്തിക്കും പോലെ കത്തിച്ചാണ് യഥാർത്ഥത്തിൽ യാവ കുടുംബത്തിലെ നയനാനെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ പരാജയപ്പെടുത്താൻ മാർക്കിനെ സഹായിച്ചത് ശരിക്കും ഊജിയുടെ ആ ഇമോർട്ടൽ സ്ക്രിപ്ചറിൽ നിന്ന് മാർക്ക് നേടിയ അറിവും ഊജിയുടെ ശക്തിയുമാണ്. അത് സംഭവിച്ചത് മാർക്കിന്റെ ഒരു ദീർഘവീക്ഷണം കൊണ്ടാണ്. മാർക്ക് യാവോ കുടുംബത്തിലെ ആ യാവോ നയനാനുമായി ആ മലയുടെ മുകളിൽ യുദ്ധം നടത്തുമ്പോൾ മാർക്കിന്റെ ഡിവൈൻ സെൻസിന്റെ ഒരു ഭാഗം ഡീലിയുടെ കൈവശമിരിക്കുന്ന ആ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചറിനകത്ത് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മൾട്ടി ടാസ്ക് നടക്കുന്നത്. ഒരു ഭാഗത്ത് റിയൽ മാർക്ക് ഫെല്ലർ ഒരു യുദ്ധം നയിക്കുമ്പോൾ അങ്ങ് ദൂരെ തണ്ടർ കോർട്ട്യാർഡിനകത്ത് ആ അലമാരയിൽ മാർക്കിന്റെ ഡിവൈൻ സെൻസ് ആ പുസ്തകത്തിനകത്തൂടെ അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാർക്കിന്റെ റിയൽ ബോഡിക്ക് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഊജിയുടെ ആ ഡിവൈൻ സെൻസ് തിരിച്ചറിഞ്ഞത്. ആ നിമിഷത്തിൽ ഊജി മാർക്ക് ഫെല്ലറുടെ ഡിവൈൻ സെൻസ് വഴി ശരിക്കും മാർക്കിന്റെ ബോഡിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ ആ പവർ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് പറയാം. അതാണ് മാർക്കിന്റെ അൺബിലീവബിൾ ആയിട്ടുള്ള ആ ശക്തിയിൽ കലാശിച്ചത്. ഊജിയുടെ പ്രസിദ്ധമായ ഡിസ്ട്രക്റ്റീവ് പവർ അവിടെ എല്ലാവരും കണ്ടതാണ്. ആ ഡിസ്ട്രക്റ്റീവ് പവർ ഇല്ലായിരുന്നുവെങ്കിൽ മാർക്കിന് ആ താമരകളെ തകർക്കാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ ആ റാഷമോൺ പോലുള്ള ഷാഡോ ടെക്നിക്കിനെയും തകർക്കാൻ കഴിയുമായിരുന്നില്ല. അത് ഹോളി സൺ ചെങ് സിന്നർ തന്നെ സെയിൻറ്റസ് ഗുവിനോടും ജിയാങ് ഫെലിനോടൊക്കെ പറഞ്ഞ കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് ജിയാങ് ഫെലിനെയും സെയിൻറ്റസ് ഗുവും പിന്നീട് സംസാരിക്കുകയും ചെയ്തു. എല്ലാ ഭാഗത്തും വിവിധ ശൈലിയിലുള്ള ഡിസ്കഷൻസ് ആണ്. ഈ സമയത്താണ് ആ സത്രത്തിനകത്ത് മാർക്ക് ബോധരഹിതനായി കിടക്കുന്നത്. മാർക്കിന്റെ ബോഡിയിലേക്ക് ജൂ അനുസ്യൂതം സ്പിരിച്വൽ എനർജി പമ്പ് ചെയ്യുകയാണ്. നിർവ്വാണ ബോഡിക്കാരിയായ ജൂന് മാത്രം കഴിയുന്ന ആ ടെക്നിക്കിലൂടെ മാർക്കിന്റെ ബോഡിയിലേക്ക് പതുക്കെ പതുക്കെ സ്പിരിച്വൽ എനർജി കയറുകയാണ്. മാർക്കിന്റെ നോർമൽ സ്ട്രെങ്ത് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാർക്കിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ലാത്ത ശക്തി എടുത്ത് ഉപയോഗിക്കുമ്പോൾ സകല കോശങ്ങളിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന മുഴുവൻ ഊർജവും അവിടെ കത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ബോഡിയിലേക്ക് വീണ്ടും ഊർജം കയറി വരാൻ അല്പം സമയം വേണം. അതെ, മാർക്കിന് വേണ്ടത് സമയം മാത്രമാണ്. ആ സമയം ഏകദേശം 2 ആഴ്ചയാണ്. 2 ആഴ്ചയായതും മാർക്ക് ഫെല്ലർ കണ്ണു തുറന്ന മാർക്ക് കാണുന്നത് ജൂ മാർക്കിന് മരുന്നുകൾ കൊടുക്കുന്നതാണ്. മാർക്കിന്റെ വാ തുറന്ന് വായ്ക്കകത്തേക്ക് മരുന്ന് വെക്കുന്ന ജൂവിനെയാണ് മാർക്ക് യഥാർത്ഥത്തിൽ കണ്ടത്. ഈ ദിവസങ്ങളിൽ ജൂ മാർക്കിനെ ആ സത്രത്തിലാക്കിയതിനു ശേഷം ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് ആൽക്കമിസ്റ്റുകളെ കണ്ടെത്തി മാർക്ക് ഫെല്ലർക്ക് വേണ്ടിയുള്ള മരുന്നുണ്ടാക്കി ആ മരുന്ന് കൃത്യമായി മാർക്കിനെ കൊടുക്കുകയാണ്. അതോടൊപ്പം മാർക്കിന് ആവശ്യമായ സ്പിരിച്വൽ എനർജി ജൂ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു. ഒരു നേഴ്സ് ഒരു രോഗിയെ ശുശ്രൂഷിക്കും പോലെ മാർക്കിനെ ജൂ ശുശ്രൂഷിച്ചു എന്ന് പറയാം. മാർക്ക് കണ്ണു തുറന്നതും ജൂന് സന്തോഷമായി. ആ മാർക്ക്, നീ കണ്ണു തുറന്നല്ലോ, നന്നായി. ഏയ് ജൂ, ഞാൻ എത്ര ദിവസമായി ഇവിടെ കിടക്കുകയാണ്? മാർക്ക്, ഇപ്പോൾ ഒരു 2 ആഴ്ചയാവും. 2 ആഴ്ചയോ? മാർക്ക് അങ്ങനെ ചോദിച്ചുകൊണ്ട് ചാടി എണീറ്റു. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ആ 2 ആഴ്ച വളരെ വളരെ നിർണായകമായ ടൈമാണ്. കാരണം ഏകദേശം 3 മാസത്തിനകം ആ
ഡേറ്റ് എത്തും. സ്വർഗവും ഹോളി റീജിയനും തമ്മിൽ ബന്ധിക്കപ്പെടുന്ന ആ ദിവസം. സ്വർഗത്തു നിന്ന് അതിശക്തമായ പ്രകാശത്തിൻ്റെ ഒരു ബീം ഹോളി റീജിയനിലേക്ക് വീഴും. ആ ദിവസത്തിൽ അതെങ്ങനെയാണ് സംഭവിക്കുക എന്നൊന്നും മാർക്കിന് അറിയത്തില്ല. സകലതും കേട്ടുകേൾവികളാണ്. എക്സാക്റ്റ് ആയിട്ട് എന്താണ് സംഭവം എന്ന് മാർക്ക് ഇതുവരെയും പഠിച്ചിട്ടുമില്ല. പക്ഷെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത മാർക്കിന് അറിയാം. അന്ന് ഷൈനും എമിനും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കും. അത് നടത്താൻ അനുവദിക്കാൻ പറ്റില്ല. ആ കാര്യമാണ് മാർക്കിൻ്റെ മനസ്സിൽ ശരിക്കും ഈ 14 ദിവസവും ഏതെന്ന് നിറഞ്ഞു നിന്നത്. മാർക്ക് ചാടി എണീറ്റതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുക്കുക. 2 ദിവസം കൂടി റെസ്റ്റ് എടുത്താൽ എനിക്ക് തോന്നുന്നത് നീ ഓക്കെ ആവുമെന്നാണ്. അങ്ങനെ മാർക്കിനോട് പറഞ്ഞ ജൂ മാർക്കിന് ആവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിൽ ജൂ ആള് വിദഗ്ധയാണ്. 2 ദിവസം മാർക്ക് ഫെല്ലറും ജൂവും ആ സദത്തിൽ തന്നെ ഇരുന്നു. പല കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുകയാണ്. അവിടെ ആ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ജൂ മാർക്കിനടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ മാർക്ക് ജൂവിനോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, ജൂ എങ്ങനെ പിടിച്ചു നിന്നെന്ന്. ആ സമയത്ത് ജൂ മാർക്കിനോട് ആ ഡീമൺ എഗ്ഗിന്റെ കാര്യം പറയാൻ പോയപ്പോൾ മാർക്ക് ജൂവിനെ തടുത്തിരുന്നു. കാരണം ആ സമയത്ത് മാർക്കിന് തൊട്ടടുത്ത് സെയിന്റ് സ്കൂ ഉണ്ടായിരുന്നു. മാർക്ക് ജൂവിന്റെ വാ പൊത്തിപ്പിടിച്ചതും സെയിന്റ് സ്കൂ മാർക്കിനെ നോക്കിയിട്ട് അവിടെ നിന്ന് നടന്നു മാറിയിരുന്നു. സെയിന്റ് സ്കൂ നടന്നു മാറിയപ്പോൾ മാർക്ക് ജൂവിനോട് പറയുകയും ചെയ്തു, ജൂ, ഞാൻ പറഞ്ഞിട്ടില്ലേ ആ കാര്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കരുന്നു. അവിടെ ജൂ ആ നിമിഷത്തിൽ അത് നിർത്തിയതാണ്. അതിന്റെ ബാലൻസ് ഇപ്പോഴാണ് ജൂ മാർക്കിനോട് പറഞ്ഞത്. ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു ട്രൂ സെയിന്റ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ശരിക്കും ഞാൻ തളയ്ക്കപ്പെട്ടിരുന്നു. എങ്ങോട്ടും എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോഴാണ് നീ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചത്. ഞാൻ ആ ഡീമൺ എഗ്ഗ് എടുത്ത് എൻ്റെ നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ചു. എന്നെ അറ്റാക്ക് ചെയ്ത ട്രൂ സെയിന്റിനെ ആ നിമിഷത്തിൽ എൻ്റെ പുറകിൽ നിന്ന് ഒരു സ്ത്രീ അറ്റാക്ക് ചെയ്യായിരുന്നു. ശരിക്കും ആ സ്ത്രീയുടെ ശക്തിയിൽ ആ ട്രൂ സെയിന്റ് പാതറിപ്പോയി. അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എൻ്റെ പുറകിൽ വന്ന സ്ത്രീ ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് അവരാരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ആ ഡീമൺ എഗ്ഗ് സുരക്ഷിതമായി സൂക്ഷിക്കാനാണ്. ജൂ അത്രയും പറഞ്ഞപ്പോൾ മാർക്ക് ഒന്ന് പുഞ്ചിരിച്ചു. മാർക്ക് പുഞ്ചിരിക്കുന്ന കണ്ടതും ജൂ മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, ആരാ ആ സ്ത്രീ? എന്തിനാ അവര് എന്നെ രക്ഷിച്ചത്? ജൂ, ആ ഡീമൺ എഗ്ഗ് ആവശ്യമുള്ള ആരോ ആണ് കഥാപാത്രം. എനിക്കാരെന്നൊന്നും അറിയത്തില്ല. ഷിയാവൂവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആരോടും പങ്കുവെക്കരുതെന്ന് മാർക്ക് തീരുമാനിച്ച കാര്യമാണ്. ജൂവിനോട് പോലും അതുകൊണ്ട് മാർക്ക് ഷിയാവൂവിനെ കുറിച്ച് ഒന്നും മിണ്ടാത്തത്. ഇമോർട്ടൽ സ്ലേയിങ് സെഷനെ അവസാനിപ്പിച്ച ആ മാസ്ക് വെച്ച സ്ത്രീയുടെ അസ്തിത്വം അതിപ്പോഴും ആളുകളിൽ ഒരു വിറയിലുണ്ടാക്കുന്ന കാര്യമാണ്. മാർക്ക് ഫെല്ലർക്ക് ആ മാസ്ക് വെച്ച സ്ത്രീയുമായി ബന്ധമുണ്ടെന്നുള്ള വിവരം ആരെങ്കിലും അറിഞ്ഞാൽ അത് വലിയ വിഷയമാകും. മാർക്കും ജൂവും തുടർന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അടുത്ത പരിപാടികളെ കുറിച്ചാണ്. ജൂവിനും അറിയാം ആ ഡേറ്റ് വരുന്ന കാര്യം. മാർക്കിന്റെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മാർക്ക് പരമാവധി ശക്തി ആർജിക്കേണ്ട സമയമായിരിക്കുകയാണ്. അങ്ങനെ ജൂ മാർക്കിനോട് പറഞ്ഞതും മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, നമുക്ക് ഒന്ന് നടക്കാൻ ഇറങ്ങിയാലോ? കഴിഞ്ഞ 10-16 ദിവസമായിട്ട് ജൂ മാർക്കിനെ ശുശ്രൂഷിച്ച വീട്ടിൽ ഇരിക്കുകയാണ്. 14 ദിവസം മാർക്ക് കിടക്കി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മാർക്ക് ഓക്കെ ആയി. അതുകൊണ്ടാണ് മാർക്ക് ജൂവിനോട് അങ്ങനെ പറഞ്ഞത്. മാർക്കും ജൂവും അവിടെ നിരത്തിലേക്ക് ഇറങ്ങി. ശരിക്കും നല്ല തിരക്കുള്ള ഒരു പട്ടണത്തിന്റെ ഭാഗമാണ് മാർക്ക് താമസിക്കുന്ന സ്ഥലം. മാർക്ക് അവിടെ എങ്ങനെ എത്തിയെന്ന് പോലും അറിയത്തില്ല. ജൂ മാർക്കിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നതാണ് സത്യം. എന്തായാലും അവർ രണ്ടുപേരും കൂടി നടന്ന് ഈ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ മാർക്കറ്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. വിവിധ ശൈലിയിലുള്ള മാർക്കറ്റുകളുണ്ട്. കൾട്ടിവേറ്റേഴ്സിന് വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ ജൂ മാർക്കും എത്തിയത്. അവര് അനവധി സ്റ്റോളുകളിലൂടെ കടന്ന് ഒരു കടയിലെത്തുമ്പോൾ അവിടെ ഒരു സ്റ്റോൺ വിൽക്കാൻ വെച്ചിരിക്കുന്നു. നല്ല നീല നിറത്തുള്ള സ്റ്റോണാണ്. ആ സ്റ്റോൺ കണ്ട മാർക്ക് ആ കടക്കാരനോട് ചോദിച്ചു, എന്താ ഈ സംഭവം? ഇത് പ്രിമോഡിയൽ സ്പിരിറ്റ് നേരെയാക്കുന്ന ഒരു സ്റ്റോണാണ്. മാർക്കിനെ ആ മറുപടി ശരിക്കും അത്ഭുതപ്പെടുത്തി. മാർക്കിന്റെ പ്രിമോഡിയൽ സ്പിരിറ്റ് കേടായിരുന്ന സമയത്ത് അത് ശരിയാക്കാനായിട്ട് മാർക്ക് അലയാത്ത സ്ഥലമൊന്നുമില്ല. ശരിക്കും മാർക്കിനെ അന്ന് ആ പ്രിമോഡിയൽ സ്പിരിറ്റ് ശരിയാക്കാൻ സഹായിച്ചത് ലൈഫ് എനർജിയും പിന്നെ പ്രിമോഡിയൽ സ്പിരിറ്റുകളുമാണ്. അനവധി ആളുകളുടെ പ്രിമോഡിയൽ സ്പിരിറ്റാണ് ഇതിനിടയിൽ മാർക്ക് വിഴുങ്ങിയിരിക്കുന്നത്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ കടക്കാരനോട് ചോദിച്ചു, അല്ലെ, എന്താ ഇതിന്റെ വില? ഇതിന്റെ വിലയോ? ഇതിന്റെ വില 1 മില്യൺ സ്പിരിറ്റ് കോയിൻ ആണ്.
1 മില്യൺ സ്പിരിറ്റ് കോയിനോ? മാർക്ക് അങ്ങനെ ചോദിച്ചതും ജൂ പെട്ടെന്ന് ആ സ്റ്റോണിങ് വാങ്ങിച്ചിട്ട് ആ കടക്കാരന് 1 മില്യൺ സ്പിരിറ്റ് കോയിൻ ഉടനെ ട്രാൻസ്ഫർ ചെയ്തു. മാർക്കിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ ഇനി ഒരു തർക്കം വേണ്ട എന്ന് ജൂ അങ്ങ് തീരുമാനിച്ചതുപോലെയാണ് ജൂവിൻ്റെ ആ ആക്ഷൻ. ജൂ ആ സ്റ്റോൺ വാങ്ങിച്ചിട്ട് മാർക്കിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. മാർക്ക് ഇരിക്കട്ടെ. മാർക്കിന് വേണ്ടി എന്ത് ചെയ്യാനും ഒരു മടിയുമില്ല ജൂവിനും. ജൂവിൻ്റെ കയ്യിൽ കുറച്ച് പണമൊക്കെ ഉണ്ട്. എത്രയോ കാലങ്ങളായി ജൂ സമ്പാദിച്ചിരിക്കുന്നത് എല്ലാം അവരുടെ കൈവശമുണ്ട്. ഭക്ഷണം കഴിക്കാനല്ലാതെ അവർ വേറെ ഒരു ആവശ്യത്തിനും ആ പണം വിനിയോഗിക്കാറില്ല. ഭക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴും വേട്ടയാടി പിടിക്കുന്ന സാധനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ജൂവിൻ്റെ കയ്യിലുള്ള ആ സ്പിരിറ്റ് കോയിൻ അങ്ങനെ തന്നെ ഉണ്ടായി. ജൂവിൻ്റെ ആ പ്രവൃത്തി മാർക്കിന്റെ മനസ്സിലങ്ങ് തൊട്ടു. അപ്പോഴാണ് മാർക്കൊരു ശബ്ദം കേട്ടത്. ഏയ് സുഹൃത്തെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടല്ലോ. ശബ്ദം കേട്ട ദിക്കിലേക്ക് മാർക്ക് നോക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് നല്ല പൊക്കമുള്ള, എന്നാൽ അല്പം മിഡിൽ ഏജിൽ എന്ന് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ നടന്നു വന്നു. അയാൾക്ക് ചെറുതായിട്ടൊരു താടിയുണ്ട്. ആ താടിയിൽ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് അയാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് സുഹൃത്തെ, നിന്റെ കൈവശം ഇരിക്കുന്ന ആ സ്റ്റോണിൻ്റെ യഥാർത്ഥ മൂല്യം നീ മുടക്കിയ സംഖ്യ അല്ല. അയാൾ അത് പറഞ്ഞപ്പോൾ ആ കടക്കാരൻ കൗതുകത്തോടെ ആ വന്ന അപരിചിതനെ നോക്കി. ആ അപരിചിതൻ മാർക്കിനോട് പറഞ്ഞു, ഇതിൻ്റെ മൂല്യം മിനിമം 10 മില്യൺ സ്പിരിറ്റ് കോയിനാണ്. ഇപ്പോൾ ഞെട്ടിയത് കടക്കാരനാണ്. അയാൾ ഇപ്പോൾ 1 മില്യൺ സ്പിരിറ്റ് കോയിന് വിറ്റ ആ സാധനത്തിൻ്റെ വില 10 മില്യൺ സ്പിരിറ്റ് കോയിനാണ്. ഒരു വൻ ലോട്ടറിയാണ് അയാൾക്ക് നഷ്ടമായിരിക്കുന്നത്. അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ ചെറുപ്പക്കാരനെയും കൂടെയുള്ള ആ സ്ത്രീയെ നോക്കുമ്പോൾ ആ അപരിചിതൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് ബ്രദർ, വാ, ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മാർക്കിന്റെ കൈ പിടിച്ച് നടന്നു തുടങ്ങി. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് അമ്പരന്ന് പോയെങ്കിലും ജൂം അവർക്കൊപ്പം കൂടി. ആ കടയിൽ നിന്ന് അല്പം മാറിയതും അയാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. മാർക്കിന്റെ പേര് വിളിച്ച് അയാൾ സംസാരിച്ചപ്പോൾ മാർക്കിൻ്റെ ഒരു അതിശയം. അല്ല, നിങ്ങൾ ആരാണ്? ഏയ് മാർക്ക്, നീ ആർട്ടിസൻസിന്റെ ഗിൽഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആർട്ടിഫാക്ട് ഗിൽഡ്? ഇല്ല മാർക്ക്, അങ്ങനെ ഒരു ഗിൽഡ് ഇവിടെ ഈ ഹോളി റീജിയനിലുണ്ട്. ഞാൻ അതിലെ ഒരു പ്രവർത്തകനാണ്. ഡിവൈൻ സിറ്റി മാർക്കിന് അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഡിവൈൻ സിറ്റിയിൽ ഒരുപാട് ആർട്ടിസൻസ് ഉണ്ട്. അവർ വിവിധ ശൈലിയിലുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ്. അവർക്ക് ആർക്കും തന്നെ ഈ ആർട്ടിസൻ ഗിൽഡിനകത്ത് പ്രവേശനമില്ല. ആർട്ടിസൻ ഗിൽഡിൽ പ്രവേശനം കിട്ടുന്ന ആളുകൾക്ക് ഒരു നിലവാരമുണ്ടാകണം. മാർക്കിന് ആ സൂപ്പർ ആയുധം ഉണ്ടാക്കി കൊടുത്ത ആളിന് പോലും ആർട്ടിസൻ ഗിൽഡിലേക്ക് പ്രവേശനമില്ലെന്നാണ് മാർക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ആ ആർട്ടിസൻ ഗിൽഡിൻ്റെ ഒരു പ്രധാന സംഘാടകനാണ് മാർക്കിനോട് ഇപ്പോൾ സംസാരിക്കുന്നത്. മാർക്ക് അത്ഭുതത്തോടെ അയാളോട് ചോദിച്ചു, അല്ല സാർ എന്തിനാ എന്നെ തിരക്കി വന്നത്? മാർക്ക്, നിന്നെ കാണാൻ ഒരാൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. ആ ആളാണ് നിന്നെ വിളിച്ചുകൊണ്ടുവരാൻ എന്നോട് പറഞ്ഞത്. എന്നെ കാണാൻ താല്പര്യമുണ്ടെന്നോ? അങ്ങനെ മാർക്ക് ചോദിച്ചതും ജൂ മാർക്കിനോട് സംസാരിക്കുന്ന ആളോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു, ഏയ് നിങ്ങൾ മാർക്കിനെ കെടിയപ്പെടുത്താനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അത് കേട്ടതും ആ മനുഷ്യൻ ജൂവിനോട് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമല്ല, ഇത് മാർക്കിന് വേണ്ടപ്പെട്ട ഒരാളാണ്. വേണ്ടപ്പെട്ട ആളോ? മാർക്ക് എടുത്ത് ചോദിച്ചതും വേണ്ടപ്പെട്ട ആളോ? അതെ മാർക്ക്, നിനക്ക് വേണ്ടപ്പെട്ട ആളാണ്. എന്തായാലും ആളെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണുമ്പോൾ നിനക്ക് ആൾ ആരാണെന്ന് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, എൻ്റെ പേര് ഹൂ കെയ്ൻ എന്നാണ്. ഞാൻ ആർട്ടിഫാക്ട് റിഫൈനിങ് ഗിൽഡിലെ ഒരു ലീഡറാണ്. ആർട്ടിഫാക്ട് റിഫൈനിങ് ഗിൽഡ് തണ്ടർ കോർട്ട്യാർഡ് പോലെ തന്നെ ആളുകൾ അറിയുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെക്കുറിച്ച് മാർക്ക് കേട്ടിട്ടില്ലെങ്കിലും ജൂ കേട്ടിട്ടുണ്ട്. ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഈ ഹൂക്കെയിനെ പിന്തുടരാം. മാർക്ക് മടിച്ചു നിൽക്കുമ്പോഴാണ് ജൂ അങ്ങനെ പറഞ്ഞത്. എന്തായാലും അവർ രണ്ടുപേരും ഹൂക്കെയിനൊപ്പം നടന്നു തുടങ്ങി. ഹൂക്കെയിൻ അവരെയും കൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ നടന്നു കാണും. അരമണിക്കൂർ നടന്നതും ടൗണിൽ നിന്ന് മാറി തിരക്ക് കുറഞ്ഞ ഒരു വഴിയിലേക്ക് ഹൂക്കെയിൻ നടന്നു കയറി. അവിടുന്ന് അദ്ദേഹം ഒരു കോമ്പൗണ്ട് വാളുള്ള വീടിൻ്റെ ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു. അവിടെ വന്നപ്പോൾ മാർക്കും ജൂവും ചുറ്റും നോക്കി. ശരിക്കും ജൂവും മാർക്കും വല്ലാതെ വിജിലൻ്റാണ്. അവരെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ ആംബുഷ് ചെയ്യാനായി ആരെങ്കിലും ആ ഹൂക്കെയിൻ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ അവർക്ക് അറിയണമല്ലോ. ഒരുപാട് ആളുകൾ മാർക്കിനെ വേട്ടയാടാൻ റെഡിയായിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മാർക്കും ജൂവും
വളരെ ശ്രദ്ധിച്ച് ഹൂക്കെയിനെ ഫോളോ ചെയ്ത് ആ വീട്ടിലെത്തി. ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കിടന്ന ഹൂക്കെയിൻ അവരെയും കൊണ്ട് എത്തിയത് രണ്ടാമത്തെ നിലയിലാണ്. രണ്ടാമത്തെ നിലയിൽ മാർക്കും ജൂവും ഹൂക്കെയിനും കൂടി കടന്നു ചെല്ലുമ്പോൾ അവിടെ വിശാലമായ ഒരു ഹാളിൽ ഒരു മേശയുടെ അടുത്തായി ലേശ പ്രായമുള്ള ഒരാളിരിപ്പുണ്ട്. അയാളുടെ മേശപ്പുറത്ത് ചായ കുടിക്കാനുള്ള ഗ്ലാസുകളും ചായപാത്രവും ഒക്കെ ഉണ്ട്. അയാൾ മാർക്കിനെ കണ്ടതും ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, സുഹൃത്തെ, നമ്മൾ വീണ്ടും കണ്ടു. ആ ശബ്ദവും ആ രൂപവും കണ്ട മാർക്ക് അമ്പരപ്പോടെ ആ ആളെ അങ്ങനെ നോക്കി നിന്ന് പോവുകയാണ്. നല്ല വെളുത്ത താടിയുള്ള ആ മനുഷ്യനെ മാർക്ക് ഫെല്ലർ വല്ലാത്തൊരു കൗതുകത്തോട് നോക്കിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സീനിയർ, അങ്ങ് ഇവിടെ? മാർക്ക്, നീ എന്താ ഈ കാണിക്കുന്നത്? നീ എപ്പോഴെങ്കിലും സെൻട്രൽ പ്ലെയിനിൽ വരികയാണെങ്കിൽ എന്നെ വന്ന് കാണണമെന്ന് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിൽ ആ ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് പോകുന്ന അവസരത്തിലാണ് മാർക്ക് ഒരു ലേലത്തിൽ പങ്കെടുത്തത്. ആ ലേലത്തിൽ മാർക്ക് പങ്കെടുക്കുമ്പോൾ മാർക്ക് ഈ പ്രായമുള്ള മനുഷ്യൻ തമ്മിൽ ഒന്ന് ഉരസിയിരുന്നു. അയാളെ ഫോളോ ചെയ്ത ബാക്കിയുള്ള ആളുകളേക്ക് അയാൾ കൊന്നപ്പോൾ മാർക്കിനെ അയാൾ വെറുതെ വിട്ടിരുന്നു. മാർക്കുമായി അയാൾ അന്ന് അടുപ്പത്തിലാകാനുള്ള കാരണം മാർക്കിന്റെ ആൽക്കമിസ്റ്റ് സ്കില്ലാണ്. അന്ന് അയാൾ മാർക്കിനോട് പറഞ്ഞിരുന്നു, സെൻട്രൽ പ്ലെയിനിലേക്ക് വരുമ്പോൾ അയാളെ വന്ന് കാണണമെന്ന്. ആ സംഭവങ്ങളൊക്കെ മാർക്കിന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. ശരിക്കും ഒരു അമാനുഷിക പവറുള്ള കഥാപാത്രമാണ് ആ വ്യക്തി. അയാൾക്ക് ഒരു വല്ലാത്ത ആൽക്കമിസ്റ്റ് സ്കില്ലുണ്ട്. ആ കാര്യം മാർക്കിന് അറിയാം. മാർക്ക് ആ മനുഷ്യനോട് പറഞ്ഞു, സീനിയർ, ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് കേട്ടതും ഹൂക്കെയിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് ലീ ഷൈൻ. അദ്ദേഹം ആൽക്കമിസ്റ്റ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഹോളി റീജിയനിൽ 3 ഓർഗനൈസേഷനാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. തണ്ടർ കോർട്ട്യാർഡും ആൽക്കമിസ്റ്റ് അസോസിയേഷനും പിന്നെ ആർട്ടിഫാക്ട് റിഫൈനിങ് ഗിൽഡും. ആർട്ടിഫാക്ട് റിഫൈനിങ് ഗിൽഡിന്റെ ചുമതലക്കാരിൽ ഒരാളാണ് ഹൂക്കെയിൻ. ആൽക്കമിസ്റ്റ് അസോസിയേഷന്റെ ചുമതലക്കാരിൽ ഒരാളാണ് സാക്ഷാൽ ലീ ഷൈൻ. മാർക്ക് ഫെല്ലർ ഹൂക്കെയിൻ പറഞ്ഞ കാര്യം കേട്ടതും അറിയാതെ ആ ആൽക്കമിസ്റ്റ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റിനെ ഒന്ന് തൊഴുതു പോവുകയാണ്. അതേ ഭാവം ജൂവിന്റെ മുഖത്തുമുണ്ട്. ജൂ ആൽക്കമിസ്റ്റ് അസോസിയേഷനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ള വ്യക്തിയാണ്. അതിന്റെ വൈസ് പ്രസിഡന്റിനെ നേരിട്ട് കാണാൻ കഴിയുമെന്ന് ജൂ ഒരിക്കലും കരുതിയിരുന്നല്ല. ജൂ ഈ ആൽക്കമിസ്റ്റുകളുമായിട്ട് അത്ര ബന്ധമില്ലാത്ത ആളാണെങ്കിലും അസോസിയേഷനെ കുറിച്ചും അവരുടെ സാധ്യതകളെക്കുറിച്ചും അവരുടെ ശക്തിയെക്കുറിച്ചുമൊക്കെ ജൂന് നന്നായിട്ട് അറിയാം. മാർക്കും ജൂവും അമ്പരപ്പോടെ തന്നെ നോക്കി കണ്ടതും ലീ ഷൈൻ അവരോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ രണ്ടുപേരും ഇരിക്കും. ഏയ് ഹൂക്കെയിൻ, നീ ഇരിക്കും. അങ്ങനെ ആ 3 പേരും ലീഷിന്റെ എതിർഭാഗത്തുള്ള കസേരകളിലിരുന്നു. ശരിക്കും വളരെ കാലങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്ന ഒരു പ്രതീതിയിലാണ് ലീ ഷൈൻ തുടർന്ന് സംസാരിച്ചത്. മാർക്ക്, നിന്നെ ഞാൻ ഇവിടേക്ക് വിളിപ്പിച്ചത് നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. മാർക്ക്, നിനക്ക് ഞങ്ങളുടെ ആൽക്കമിസ്റ്റ് അസോസിയേഷനിൽ അംഗമായിക്കൂടെ? ആൽക്കമിസ്റ്റ് അസോസിയേഷനിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൽക്കമിസ്റ്റുകളുണ്ട്. അവർക്ക് ആർക്കും ലഭിക്കാത്ത ഒരു അവസരം ഇതാ മാർക്ക് ഫെല്ലർക്ക് ലഭിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു അവസരമാണ്. ശരിക്കും ആൽക്കമിസ്റ്റ് അസോസിയേഷനിൽ മാർക്ക് അംഗമായാൽ മാർക്കിന് പിന്നെ ഈ 9 അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളെയും ഭയക്കേണ്ട കാര്യവുമില്ല. മാർക്ക് മടിച്ചു നിൽക്കുന്ന കണ്ടതും ലീ ഷൈൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഓട്ടത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. നീ ആ 9 ഗ്രേറ്റ് കുടുംബങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ അവരൊന്നും ഇനി നിനക്കൊരു വിഷയമാകില്ല. ആൽക്കമിസ്റ്റ് അസോസിയേഷനിൽ അംഗമായ ഒരാളെ തൊടാൻ ഒരാളും തയ്യാറായില്ല. ലീ ഷൈൻ അത് പറയുമ്പോൾ അത് ശരിക്കും അർത്ഥമാക്കുന്നുണ്ട്. അത് നമുക്ക് ഹൂക്കെയിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. ഈ ഹോളി റീജിയനിൽ ആൽക്കമിസ്റ്റ് അസോസിയേഷനുള്ള ആ പ്രാധാന്യം നമുക്ക് കൃത്യമായിട്ടും അവരുടെ വാക്കുകൾ കാണാൻ പറ്റും. മാർക്ക് ലീ ഷൈനോട് പറഞ്ഞു, സീനിയർ, അങ്ങയുടെ ഈ ഓഫർ ശരിക്കും എന്നെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ എനിക്ക് ആൽക്കമിസ്റ്റ് അസോസിയേഷൻ്റെ ഭാഗമാകാൻ പറ്റില്ല. എൻ്റെ പ്രയോറിറ്റി ഇപ്പോൾ വേറെയാണ്. ഞാൻ ചില കാര്യങ്ങളുടെ പുറകെ ഓടുകയാണ്. അതൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ഉറപ്പായും അങ്ങയുടെ വാക്കുകൾക്ക് ഞാൻ വില നൽകും. ലീ ഷൈൻ്റെ ഓഫർ മാർക്ക് നിരസിച്ചതുമില്ല, എന്നാൽ അത് ഏറ്റെടുത്തതുമില്ല. ആ ശൈലിയിലുള്ള ഒരു മറുപടിയാണ് മാർക്ക് ലീ ഷൈന് കൊടുത്തത്. ലീ ഷൈൻ അത് കേട്ടപ്പോൾ ഒരു വിഷമം. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ നിരാശ വായിച്ചെടുത്ത മാർക്ക് ലീ ഷൈനോട് ചോദിച്ചു, സീനിയർ, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ശരിക്കും അങ്ങ്
എന്നെ ഇപ്പോൾ ഈ ആൽക്കമിസ്റ്റ് അസോസിയേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് എൻ്റെ സ്കില്ല് കണ്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങേക്ക് മറ്റെന്തോ താല്പര്യമുണ്ട്. മാർക്ക് ഫെല്ലർ അത്ര വലിയ ആൽക്കമിസ്റ്റ് ഒന്നും അല്ല. മാർക്കിൻ്റെ കയ്യിൽ പർപ്പിൾ ഫ്ലെയിം ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ആൽക്കമിസ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് മാർക്ക് അത്ര ശ്രമം നടത്താത്തതുകൊണ്ട് ആ സ്കിൽ അങ്ങോട്ട് ഡെവലപ്പ് ആയിട്ടില്ല. നന്നായി ആ സ്കില്ല് ഡെവലപ്പായ ഒരുപാട് ആളുകൾ ആ ഹോളി റീജിയനിലുണ്ട്. അവർക്ക് ആർക്കും കൊടുക്കാത്ത ഒരു ചാൻസ് മാർക്ക് ഫെല്ലർക്ക് ഈ ലീ ഷൈൻ കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായും അതിന് പിന്നിൽ ഒരു കാരണം കാണും. മാർക്കിൻ്റെ ചോദ്യം കേട്ടതും ലീ ഷൈൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഊഹം ശരിയാണ്. ശരിക്കും ഞങ്ങളുടെ ഈ ആൽക്കമിസ്റ്റ് അസോസിയേഷൻ കാലങ്ങളായി സ്വപ്നം കാണുന്ന ഒരു കാര്യമുണ്ട്. ലീ ഷൈൻ ആ ഡയലോഗ് പറഞ്ഞിട്ട് ഒന്ന് നിശബ്ദനായി. മാർക്കും ജൂവും ലീ ഷൈൻ ബാക്കി പറയാൻ വേണ്ടി അദ്ദേഹത്തെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവരിടയ്ക്ക് കയറി സംസാരിച്ചില്ല. ലീ ഷൈൻ അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾക്ക് തണ്ടർ കോർട്ട്യാർഡിൽ ഒരു പീക്ക് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. തണ്ടർ കോർട്ട്യാർഡിൽ 9 മലകളുണ്ട്. അത് 8 പീക്കുകളും 8 വ്യത്യസ്ത ആക്ടിവിറ്റീസുമായി കണക്റ്റഡാണ്. ആ 9ാമത്തെ പീക്കിൽ ഏതെങ്കിലും ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുമെന്ന് ഡീൻ ലീ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രസ്ഥാനം ആൽക്കമിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു ബ്രാഞ്ച് ആയാൽ കൊള്ളാമെന്ന് ആൽക്കമിസ്റ്റ് അസോസിയേഷന് ആഗ്രഹമുണ്ട്. ലീ ഷൈൻ ആ കാര്യം വ്യക്തമാക്കിയതും മാർക്ക് ലീ ഷൈനോട് ചോദിച്ചു, സീനിയർ, നിങ്ങളുടെ ആൽക്കമിസ്റ്റ് അസോസിയേഷന് അത് നേരിട്ട് ഡീൻ ലീയോട് ആവശ്യപ്പെട്ടൂടെ? മാർക്ക്, ഞങ്ങൾ പലതവണ ശ്രമിച്ചതാണ്. ഡീൻ ലീ വഴങ്ങുന്നില്ല. ഡീൻ ലീ ആ പീക്ക് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ആ പീക്ക് ഞങ്ങൾക്ക് വിട്ടു നൽകിയാൽ ശരിക്കും തണ്ടർ കോർട്ട്യാർഡിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് പറ്റും. ഈ ആൽക്കമിസ്റ്റ് അസോസിയേഷൻ അതിശക്തമാണ്, സകലരും അറിയുന്ന പ്രസ്ഥാനമാണ്. പക്ഷെ അവർക്ക് തണ്ടർ കോർട്ട്യാർഡുമായി സഹകരിക്കാനുള്ളൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം പക്ഷേ ഡീൻ ലീ സമ്മതിക്കുന്നില്ല. ലീ ഷൈൻ അത് പറഞ്ഞപ്പോൾ മാർക്ക് ലീ ഷൈനോട് പറഞ്ഞു, സീനിയർ, ഡീൻ ലീയോട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം കേട്ടില്ലെന്ന് വരും. പക്ഷേ ഡീൻ ലീയോട് കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുന്നൊരു കക്ഷിയുണ്ട്. ആരാ മാർക്കത്? അങ്ങനെ ലീ ഷൈൻ ചോദിച്ചതും മാർക്ക് ജൂനൊന്ന് നോക്കി. ജൂനെ നോക്കിയിട്ട് ലീ ഷൈനോടായി മാർക്ക് പറഞ്ഞു, ഇത് ജൂ ഡീൻ ലീയുടെ ഏക ശിഷ്യയാണ്. ജൂ വിചാരിച്ചാൽ ഉറപ്പായും കാര്യം നടക്കും. അങ്ങനെ പറഞ്ഞ മാർക്ക് ലീ ഷൈനോട് പറഞ്ഞു, പക്ഷേ അതിന് അങ്ങ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. മാർക്ക്, ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത്? സീനിയർ, എൻ്റെ ഒരു സുഹൃത്തിന് ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ആ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട്. ആ അസുഖം പരിഹരിക്കാൻ അവൾ ഒരുപാട് ആളുകളെ കണ്ടെങ്കിലും പരിഹരിക്കപ്പെട്ടില്ല. അവളെ കൾട്ടിവേഷനിലേക്ക് മടക്കി കൊണ്ടുവരാൻ അങ്ങേക്ക് പറ്റിയാൽ ഞാൻ ഉറപ്പ് തരുന്നു, ജൂ അങ്ങേ സഹായിക്കും. മാർക്ക് പറഞ്ഞത് കേട്ടതും ലീ ഷൈൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം സംശയത്തോടെ മാർക്കിനോട് ചോദിച്ചു, അല്ല ഡീൻ ലീ, ഞങ്ങൾ പലരും ആവശ്യപ്പെട്ടിട്ടും സമ്മതിക്കാത്ത കാര്യം ജൂ ആവശ്യപ്പെട്ട സമ്മതിക്കൂ? അത് കേട്ടതും ജൂ ലീ ഷൈനോട് പറഞ്ഞു, ആ ഓൾഡ് മാൻ സമ്മതിച്ചില്ലെങ്കിൽ ആ ഓൾഡ് മാൻ്റെ താടി ഞാൻ പിടിച്ചു വലിക്കും. ജൂവിൻ്റെ ആ ഡയലോഗ് കേട്ടതും മാർക്ക് ജൂവിൻ്റെ വാങ്ങുമ്പോത്തി, ജൂ മിണ്ടാതിരിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ലീ ഷൈനോട് പറഞ്ഞു, സീനിയർ, ഈ ജൂവും ഡീൻ ലീയും തമ്മിൽ ശരിക്കും നല്ല അടുപ്പത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മകളെ പോലെയാണ് ജൂ. അതുകൊണ്ട് തന്നെ ജൂ എന്തു പറഞ്ഞാലും ഡീൻ ലീ ചെയ്തു കൊടുക്കും. എനിക്ക് ആ കാര്യത്തിൽ പൂർണ്ണ ഉറപ്പുണ്ട്. ആ തണ്ടർ കോർട്ട്യാർഡിൽ ഒരുപാട് ആളുകളുണ്ട്. അവരോട് ആരോടും തോന്നാത്ത ഒരു വാത്സല്യം ഡീൻ ലീക്ക് ജൂവിനോടുണ്ട്. ജൂ പറഞ്ഞാൽ ഉറപ്പായും ഡീൻ ലീ ആ ആൽക്കമിസ്റ്റ് അസോസിയേഷന് വേണ്ടി അവിടെ ഒരു പീക്ക് തുറന്നു കൊടുക്കും. അത് കേട്ടതും ലീ ഷൈൻ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, അങ്ങനെയാണെങ്കിൽ ഫിക്സ്ഡ്. നീ ഇതിൻ്റെ ആ സുഹൃത്തിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് മാർക്ക് ഫെല്ലർ ലീ ഷൈനോടും ആ ഹൂക്കെയിനോടും യാത്ര പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. യാവോ മെങ്ങിനെ ചികിത്സിക്കാൻ ഒരു 9th ഗ്രേഡ് ആൽക്കമിസ്റ്റിന് മാത്രമേ പറ്റൂവെന്ന് ആ പ്രിൻസിൻ്റെ കൂടെയുള്ള ഡോക്ടർ ആ ആൽക്കമിസ്റ്റ് മാർക്കിനോട് പറഞ്ഞിരുന്നു. അദ്ദേഹം 7th ഗ്രേഡാണ്. ഈ ലീ ഷൈൻ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം വിചാരിച്ചാൽ
യാവോബെങ്ങിനെ ചികിത്സിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മാർക്കിനെ അത് ആലോചിക്കുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടു കൂടിയാണ് മാർക്ക് ഫെല്ലർ ജൂവുമായി ആ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ജൂ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്നതിൻ്റെ ഭാവം? ജൂ, നമുക്ക് യാവോ കുടുംബത്തിലേക്ക് പോവാം. മാർക്ക്, നീ എന്താ ഈ പറയുന്നത്? ആ യാവോ കുടുംബത്തിലെ ഹോളി സണ്ണിനെ അടിച്ച് ഏതൊരു ശവമാക്കി ഇട്ടിട്ട് ആ വീട്ടിലേക്ക് കടന്നില്ലാനോ? നിനക്കെന്താ വട്ടാണോ? ജൂ ചോദിക്കുന്നത് ശരിയായ ഒരു ചോദ്യമാണ്. യാവോ കുടുംബത്തിന്റെ ദ ഒൺ ആൻഡ് ഓൺലി ഹോളി സൺ യാവോ നൈനാനെ ഏതാണ്ട് കോമാ സ്റ്റേജിലാക്കിയിരിക്കുകയാണ് മാർക്ക് ഫെല്ലർ. അതിനുശേഷം ആ വീട്ടിലേക്ക് ചെന്നാൽ മാർക്കിനെ അവരാരും വെറുതെ വിടത്തില്ല. അവർ മാത്രമല്ല, ഈ 9 കുടുംബങ്ങളും മാർക്കിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരും സമയം കിട്ടിയ മാർക്കിനെ അറ്റാക്ക് ചെയ്യും. മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, ഇപ്പോ ആരും എന്നൊന്നും ചെയ്യില്ല. ഇതാണ് പറ്റിയ സമയം. നമുക്ക് യാവോബെങ്ങിനെ എന്തായാലും ഒന്ന് കാണാം. പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ നമുക്കറിയാമല്ലോ. മാർക്ക് അത് പറഞ്ഞതും ജൂവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജൂവിൻ്റെ കയ്യിൽ ആ ഡീമൻ എഗ് ഉണ്ട്. ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ആ ഡീമൻ എഗ് എടുത്ത് നെഞ്ച് ചേർത്ത് പിടിച്ചാൽ ഉറപ്പായും ആ മാസ്ക് വെച്ച സ്ത്രീ അവിടെ എത്തും. അവരെ എതിരിടാൻ എന്തായാലും ആ യാവോ കുടുംബത്തിലെ ആളുകൾക്ക് പറ്റത്തില്ല. അത് ഉറപ്പിച്ച ജൂ മാർക്കുമായി യാവോ കുടുംബത്തിലേക്ക് തിരിച്ചു. ഏകദേശം ഒരു ദിവസത്തെ ഫുൾ യാത്രയ്ക്ക് ശേഷമാണ് അവർ രണ്ടുപേരും യാവോ കുടുംബത്തിൻ്റെ ആ സ്ഥലത്തെത്തുന്നത്. ആ സിറ്റിയുടെ പേര് തന്നെ യാവോ സിറ്റി എന്നാണ്. യാവോ സിറ്റിയിലേക്ക് മാർക്ക് ഫെല്ലറും ജൂവും കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ പല ആളുകളും അവരെ കണ്ടു. പലർക്കും വല്ലാത്തൊരു അമ്പരപ്പ്. ആ യാവോ സിറ്റി യാവോ കുടുംബത്തിൻ്റെ സ്വന്തം സിറ്റിയാണ്. ആ സിറ്റിയിലുള്ള മുഴുവൻ ആളുകളും യാവോ കുടുംബവുമായി കണക്ട് ആയിട്ടുള്ള ആളുകളാണ്. അവർക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സിറ്റിയുടെ അധിപന്റെ മകനെ കോമാ സ്റ്റേജിലാക്കിയിട്ട് സാക്ഷാൽ മാർക്ക് ഫെല്ലർ കൂളായി ആ സിറ്റി കൂടി നടന്നു വരികയാണ്. അവിടെയുള്ള ആ തെരുവുകളിലൂടെ കടന്നു പോകുന്ന ആളുകളും കടകളിലുള്ള ആളുകളും ഒക്കെ അമ്പരപ്പോടെയും അതിശയത്തോടെയും മാർക്കിനെ അന്തപ്പെട്ട് നോക്കുകയാണ്. ചില ചെറുപ്പക്കാർക്കാണെങ്കിൽ ചോര അങ്ങനെ തിളച്ചു വരികയാണ്. ഹോളിസൺ യാവോ നൈനാനെ പരാജയപ്പെടുത്തിയ മാർക്കിനെ കൊല്ലാനുള്ള ദേഷ്യം അവർ പലർക്കും ഉണ്ട്. പക്ഷെ അവർക്കാർക്കും ധൈര്യമില്ല. യാവോ നൈനാനെ ആ പരുവത്തിലാക്കാൻ കഴിവുള്ള മാർക്ക് ഫെല്ലർ ഉറപ്പായും അവിടേക്ക് വരണമെങ്കിൽ വൻതോതിൽ ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ടാകും. വെറുതെ ആരും പുലിമടലിലേക്ക് കയറി ചെല്ലില്ലല്ലോ. പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ കടകളിൽ കൂടി നിൽക്കുന്ന ആളുകൾ പരസ്പരം നടത്തുകയാണ്. എല്ലാവർക്കും ഒരു അമ്പരപ്പുണ്ട്. മാർക്കും ജൂവും ആ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അവരതൊന്നും മൈൻഡ് ചെയ്യാതെ കൂളായി അങ്ങനെ സംസാരിച്ച് നടന്ന് ആ ടൗണിലൂടെ യാവോ കുടുംബത്തിന്റെ വസതിക്ക് സമീപമെത്തി. അവർ ആ ഗേറ്റിനടുത്തേക്ക് എത്താറായപ്പോൾ ഗേറ്റിനകത്തുനിന്ന് എന്തോ ആരോ വലിച്ചെറിയുന്നത് പോലെ മാർക്കിനും ജൂനും തോന്നി. ശരിക്കും ഒരു ഭാണ്ഡക്കെട്ട് വന്ന് വീഴും പോലെ ഒരാളാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വന്ന് വീണത്. അകത്തുനിന്ന് മുഴക്കമുള്ളൊരു ശബ്ദം കേട്ടു. നീ ആ മാർക്ക് ഫെല്ലറിന്റെ അതേ നാട്ടുകാരിയാണ്. നീ അത് മറച്ചു വെച്ചു. ഇനി നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല. അങ്ങനെ പറയുന്ന ശബ്ദമാണ് മാർക്ക് കേട്ടത്. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കിയിട്ട് മാർക്ക് വന്നു വീണ ആ ഭാണ്ഡക്കെട്ട് പോലുള്ള സംഭവത്തിലേക്ക് നോക്കുമ്പോൾ അതൊരു യുവതിയാണ്. അവള് വീണ സ്ഥലത്ത് നിന്ന് എണീക്കാൻ പോകുമ്പോഴാണ് മാർക്ക് ആ കാഴ്ച കണ്ടത്. മാർക്ക് ഓടി അവളുടെ അടുത്തെത്തി അവൾ പിടിച്ചെണീപ്പിച്ചു. യാവോബെങ്, എന്താ ഇത്? മാർക്ക് ഫെല്ലർ പെട്ടെന്ന് കണ്ടതും യാവോബെങ്ങും ഞെട്ടി. മാർക്ക്, നീ എന്താ ഇവിടെ? അങ്ങനെ യാവോബെങ് ചോദിക്കുമ്പോൾ അകത്തുള്ള കാവൽക്കാർ ആ ഗേറ്റിനടുത്തേക്ക് വന്നു. യാവോബെങ്, നിനക്ക് മാർക്കുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾ ആരോപിച്ചപ്പോൾ നിനക്ക് അത് സമ്മതിക്കാൻ വലിയ മടിയായിരുന്നു. ഇപ്പോ യാഥാർത്ഥ്യം വെളിവായില്ലേ? മാർക്ക് ഫെല്ലറെ നേരിട്ട് കണ്ട ആ കാവൽക്കാർ ആ ഡയലോഗ് പറഞ്ഞതും മാർക്ക് തിരിഞ്ഞ് അവന്മാരെ ഒന്ന് നോക്കി. മിസ് യാവോബെങ് ആരെന്ന് കരുതിയിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കുന്നതും ഇടപെടുന്നതും? ഇവരുടെ കൾട്ടിവേഷനിൽ ഒരു തകരാറുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ശൈലിയിൽ പെരുമാറുന്നത്? അല്ലെങ്കിൽ സെയിന്റ് സ്കൂവിന് ഒപ്പം നിൽക്കും യാവോബെങ്. അത് കേട്ടതും ആ കാവൽക്കാർ ഒരേ ചിരി. മാർക്ക്, നീ എന്താ പറഞ്ഞത്? സെയിന്റ് സ്കൂവിന് ഒപ്പം നിൽക്കുമെന്നോ ഈ പെൺകുട്ടി? കൊള്ളാം, അവൾക്ക് കൾട്ടിവേറ്റ് ചെയ്യാനേ പറ്റത്തില്ല, പിന്നെയല്ലേ ഒപ്പം നിൽക്കുന്നത്. ആ സെക്യൂരിറ്റി ഗാർഡുകൾ അങ്ങനെ പറഞ്ഞപ്പോൾ യാവോബെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വെറുതെ അതൊക്കെ എന്തിനാ പറയുന്നത്? അങ്ങനെ
യാവോമങ് പറഞ്ഞതും മാർക്ക് യാവോമങ്ങിനോട് പറഞ്ഞു, യാവോ, നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. മാർക്ക്, എവിടേക്കാ? അതൊക്കെ ഉണ്ട്, നീ വാ. കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ യാവോമങ്ങിനെയും കൊണ്ട് ജൂവും മാർക്കും അവിടുന്ന് നടന്നു തുടങ്ങി. അവര് മൂന്നും കൂടി ആ തെരുവിലൂടെ നടന്ന് പ്രധാന പട്ടണത്തിലേക്ക് എത്തി. അവിടുന്ന് ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോൾ ആളുകളൊക്കെ അമ്പരപ്പോട് നോക്കുന്നുണ്ട്. അവരിൽ പലർക്കും യാവോമങ്ങിനെ അറിയാം. യാവോമങ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആ യാവോ കുടുംബത്തിന്റെ ഭാഗമായ വ്യക്തിയാണ്. സുന്ദരിയായ യാവോമങ്ങിനെ അവരൊക്കെ കാണാറുള്ളതുമാണ്. ആ യാവോമങ്ങാണ് ഇപ്പോൾ മാർക്ക് ഫെല്ലർക്കൊപ്പം നടക്കുന്നത്. എന്തായാലും മാർക്ക് യാവോമങ്ങിനെയും കൊണ്ട് ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വഴി മാർക്കും ജൂൺ താമസിക്കുന്ന ആ പട്ടണത്തിൽ മടങ്ങിയെത്തി. മാർക്കും ജൂൺ താമസിക്കുന്ന സിറ്റിയുടെ പേര് വിൻഡ് സിറ്റി എന്നാണ്. ക്വൈറ്റ് വിൻഡ് സിറ്റി എന്നാണ് വിളിക്കുക. ശരിക്കും കാറ്റടിക്കുമെങ്കിലും അവിടെ വല്ലാത്തൊരു നിശബ്ദതയുണ്ട്. അവിടെ വന്നിറങ്ങിയപ്പോൾ യാവോമങ് മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഏയ് യാവോ, നിന്നെ ഞങ്ങൾ ഒരാളെ കാണിക്കാൻ പോവുകയാണ്. എന്നെ കാണിക്കാനോ? എന്തിന്? അതിന് മറുപടി പറഞ്ഞത് ജൂ ആണ്. ഹേയ് സുന്ദരി, നിനക്ക് ചിലപ്പോൾ മറക്കാനാവാത്ത ഒരു അനുഭവം ആ ആളെ കാണുമ്പോൾ ഉണ്ടാവും. ജൂ ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മാർക്ക് ഫെല്ലർക്ക് യാവോമങ്ങിനോടുള്ള അടുപ്പം ജൂവിന് നന്നായിട്ട് അറിയാം. യാവോമങ് മാർക്കിനെയും ജൂവിനെയും രക്ഷിക്കാൻ വേണ്ടി ആ സ്കൈ സിറ്റിക്കകത്ത് വെച്ച് ഇടപെട്ട കാര്യം ജൂവിന് ഓർമ്മയുണ്ട്. എന്തായാലും മാർക്കും ജൂവും യാവോമങ്ങുമായി ലീഷൻ താമസിക്കുന്ന വസതിയിലെത്തി. ലീഷന്റെ മുന്നിലേക്ക് യാവോമങ്ങുമായി എത്തിയ മാർക്ക് ഫെല്ലർ ലീഷനോട് പറഞ്ഞു, സീനിയർ, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരി. അങ്ങനെ പറഞ്ഞിട്ട് യാവോമങ്ങിന് ലീഷനെ മാർക്ക് പരിചയപ്പെടുത്തി. യാവോ, ഇത് സീനിയർ ആൽക്കമിസ്റ്റ് ലീഷൻ. ഇദ്ദേഹം ആൽക്കമിസ്റ്റ് പവലിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അവൾ കഴിഞ്ഞ കുറേ നാളുകളായി ആൽക്കമിസ്റ്റ് അസോസിയേഷനിലെ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ആ അസുഖത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ ആൽക്കമിസ്റ്റ് അസോസിയേഷന് മാത്രമേ പറ്റൂ. അത് അവൾക്കറിയാം. ആ കാര്യം അവൾ പലരിൽ നിന്ന് ചോദിച്ച് അറിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അവൾ കാണുന്നത് സാക്ഷാൽ ആൽക്കമിസ്റ്റ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റിനെയാണ്. അത് മനസ്സിലാക്കിയ യാവോമങ് കൈകൂപ്പി ലീഷനെ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സീനിയർ, അങ്ങനെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമായി ഞാൻ കരുതുന്നു. യാവോമങ് ആ ഡയലോഗ് പറഞ്ഞതും ലീഷൻ യാവോമങ്ങിനോട് ചോദിച്ചു, അല്ല, എന്താ സംഭവിച്ചത്? സീനിയർ, ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റേ അറ്റത്തു നിന്നാണ് ഇവിടേക്ക് വന്നത്. ഞങ്ങൾ വരുന്നതിനിടയിൽ ഞങ്ങൾ വന്ന ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം തകർന്നായിരുന്നു. ആ പ്ലാറ്റ്ഫോം തകർന്നപ്പോൾ ഒരുപാട് സ്ഫോടനങ്ങളും ഒരുപാട് ആഘാതങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് തറയിലേക്ക് വീണിരുന്നു. ബോധം വീണപ്പോൾ എനിക്ക് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടമായി കഴിഞ്ഞു. വളരെ ട്രാജിക്കായിട്ടുള്ള ഒരു കാര്യമാണ് യാവോമങ്ങിന് സംഭവിച്ചിരിക്കുന്നത്. ഭൂമിയിൽ പൈറോയിൽ മാർക്കിനൊപ്പം ശക്തിയായിരുന്നു യഥാർത്ഥത്തിൽ യാവോമങ്. യാവോമങ്ങിനെ ആർക്കും അളക്കാൻ കഴിയുമായിരുന്നില്ല. ജിനാവോ ബ്ലാക്കാണ് ശക്തനെന്ന് എല്ലാവരും പറയുമെങ്കിലും മാർക്കിന്റെ ഉള്ളിൽ മാർക്കിന് ആ കാര്യം അറിയാമായിരുന്നു. ജിനാവോയ്ക്കൊപ്പം നിൽക്കും യാവോമങ്. ആ യാവോമങ്ങിന് ഇവിടെ ഈ ഹോളി റീജിയനിൽ എത്തിയതിനു ശേഷം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവളുടെ കൾട്ടിവേഷൻ പൂർണ്ണമായും നിന്നുപോയി. ഒരു മാർഷൽ ആർട്ടിസ്റ്റിന് ആ സ്റ്റേജ് ചിന്തിക്കാനാവാത്തൊരു കാര്യമാണ്. സാധാരണഗതിയിൽ ആ സ്റ്റേജിലെത്തുന്ന മാർഷൽ ആർട്ടിസ്റ്റുകൾ ആത്മഹത്യ ചെയ്യേണ്ട പതിവ്. ആത്മഹത്യ ചെയ്യാതെ യാവോമങ് ഇതുവരെ പിടിച്ചെന്നെങ്കിൽ അതവളുടെ മനസ്സിൻ്റെ കരുത്തുകൊണ്ടാണ്. ലീഷയും യാവോമങ്ങിനോട് പറഞ്ഞു, ഹേയ് കുട്ടി, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്നാൽ മതി. നമുക്ക് ഇവിടെ നിന്ന് ആൽക്കമിസ്റ്റ് അസോസിയേഷനിലേക്ക് പോവാം. അങ്ങനെ ലീഷൻ പറഞ്ഞതും മാർക്കും യാവോമങ്ങും ജൂവും കൂടി അവിടെ നിറങ്ങി. മാർക്ക് താമസിക്കുന്ന വസതിയിലേക്ക് ജൂവും യാവോമങ്ങും മാർക്കിനൊപ്പം എത്തി. ജൂവിന്റെ അടിപൊളി പാചകം മറ്റുള്ളവരുടെ മുന്നിൽ ജൂവിന് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അവിടെ അങ്ങനെ എത്തിയത്. ശരിക്കും അടുത്ത 2 ദിവസം ആ ടീം വല്ലാതെ അങ്ങ് സന്തോഷിച്ചെന്ന് പറയാം. യാവോ ജൂവുമായിട്ട് ശരിക്കും അടുപ്പത്തിലുമായി. ഒരു ചേച്ചിയുടെ ശൈലിയിൽ ജൂ യാവോട് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും ഒരു നല്ല സൗഹൃദം അവിടെ ഉണ്ടാവുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവര് ലീഷന്റെ വസതിയിലെത്തി. ലീഷൻ അവരെ കാത്തു നിൽക്കുകയായിരുന്നു. അവരെത്തിയതും ലീഷൻ അവരുമായി
നേരെ പോയത് ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലേക്കാണ്. ആ പ്ലാറ്റ്ഫോമിൽ കയറിയ ലീഷൻ കോർഡിനേറ്റേഴ്സ് സെറ്റ് ചെയ്ത് ആ പ്ലാറ്റ്ഫോം ഓണാക്കിയതും ആ പ്ലാറ്റ്ഫോം യാത്ര ആരംഭിച്ചു. ഒത്തിരി നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരൊരു പട്ടണത്തിലെത്തി. ആ പട്ടണത്തിൽ അവരെത്തുമ്പോൾ മാർക്കും യാവോയും ജൂവും ഒക്കെ വല്ലാതെ അമ്പരന്ന് പോവുകയാണ്. അവർ ഇതുവരെ പോയിട്ടുള്ള പട്ടണങ്ങളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തതയുള്ള ഒരു സ്ഥലത്താണ് അവരെത്തിയിരിക്കുന്നത്. ശരിക്കും ഒരു ഡിവൈൻ എനർജിയുടെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് അവിടെ ഉണ്ട്. അതവർക്ക് അവിടെ കാലുകുത്തിയ ആ നിമിഷത്തിനെ ഫീൽ ചെയ്യുകയാണ്. മരുന്നുകളുടെ ഒരു നേർത്ത ഗന്ധം അവർക്ക് ലഭ്യമാകുന്നുണ്ട്. ശരിക്കും ആ നേർത്ത ഗന്ധം പോലും അവരുടെ ശക്തി വർദ്ധിപ്പിക്കും പോലെ അവർക്കൊരു തോന്നൽ. എല്ലാ തെരുവുകളിലും ആൽക്കെമിസ്റ്റുകളുണ്ട്. ആൽക്കെമിസ്റ്റുകൾക്ക് ആവശ്യമായ ഹെർബ്സ് വിൽക്കുന്ന ഷോപ്പുകൾ ഒരുപാടുണ്ട്. റിഫൈൻഡ് മരുന്നുകൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ മരുന്നുകൾ വാങ്ങാനായി ഹോളി റീജിയന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അവിടേക്ക് വരുന്നുണ്ട്. വളരെ സജീവമായ ഒരു പട്ടണത്തിലേക്കാണ് ലീ ഷൈൻ മാർക്കിനെയും ടീമിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ മാർക്കറ്റിന് അടുത്തുകൂടി നടന്ന ലീ ഷൈൻ്റെ പുറകെ മാർക്കും ജൂവും യാവോമിങ്ങും നടന്നു തുടങ്ങി. ഏകദേശം ഒരു 10-30 മിനിറ്റ് അവർ നടന്നു കാണും. ആ സമയത്താണ് യാവോയും മാർക്കും ജൂവും ഒക്കെ ഏതാണ്ട് കണ്ണ് പൊളിച്ച് മുന്നിൽ കാണുന്ന കാഴ്ചയിലേക്ക് നോക്കി പോകുന്നത്. അവര് നടന്നെത്തിയിരിക്കുന്നത് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരു കോമ്പൗണ്ട് വാളിന്റെ മുന്നിലേക്കാണ്. അവിടെ വളരെ വ്യക്തമായ ഒരു ബോർഡ് അവർക്ക് കാണാം, ദി ആൽക്കെമിസ്റ്റ് അസോസിയേഷൻ. ആ ആൽക്കെമിസ്റ്റ് അസോസിയേഷന്റെ വലിപ്പം ശരിക്കും മാർക്കിനെ ടീമിനെ ഞെട്ടിച്ചു. തണ്ടർ കോർട്ട്യാർഡിന്റെ ആ വലിപ്പത്തോട് കിടപിടിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. അവിടെ അതിവിശാലമായ ആ കോമ്പൗണ്ടിന്റെ പല ഭാഗത്തായി അനവധി ബിൽഡിങ്ങുകളും കാണാം. ധാരാളം ആളുകൾ ആ ഗേറ്റ് വഴി അകത്തേക്ക് കടന്നു പോകുന്നുണ്ട്. മാർക്ക് ഫെല്ലർ ലീ ഷൈനെ ഫോളോ ചെയ്ത് അദ്ദേഹത്തിനൊപ്പം ആ കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് കടന്നു. സുഖകരമായ ഒരു അന്തരീക്ഷം അവർക്ക് ആ കോമ്പൗണ്ടിന് അകത്ത് കടന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തു തുടങ്ങി. ശരിക്കും സ്വർഗത്തിനകത്തേക്ക് കാലെടുത്ത് വെച്ച ഒരു പ്രതീതി, ആ ഒരു ഉന്മേഷം അവർക്ക് തോന്നുന്നുണ്ട്. അകത്തേക്ക് കിടക്കുന്ന ഏതൊരാളുടെയും അസുഖം ആ നിമിഷം ഏതാണ്ട് ഇല്ലാതാകുമെന്ന് പറയും പോലെ ഒരു കണ്ടീഷൻ ആ കോമ്പൗണ്ട് വാളിനകത്തുണ്ട്. യാവോമിങ്ങിനും ഒരു ആശ്വാസം ഫീൽ ചെയ്തു. അവൾക്ക് വേറെ അസുഖമൊന്നുമില്ല, അവൾക്കൊരു ബ്ലോക്കാണുള്ളത്. അതിനകത്ത് കയറിയപ്പോൾ തന്നെ ആ ബ്ലോക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് പെട്ടെന്ന് ഒരു തോന്നൽ യാവോമിങ്ങിന് ഉണ്ടാവുകയും ചെയ്തു. ആ ടീം നടന്നെത്തിയത് ഒരു കൂറ്റൻ ഗേറ്റിന് മുന്നിലാണ്. മേഘങ്ങളെ തട്ടി നിൽക്കുന്ന ഒരു കൂറ്റൻ ബിൽഡിങ് ആ ഗേറ്റിനകത്തായി അങ്ങ് ദൂരെയായി കാണാം. ഒരു മലയിലാണ് ആ ബിൽഡിംഗ് ഉള്ളത്. ആ ബിൽഡിങ്ങിലേക്കുള്ള വഴിയിലാണ് ആ ഗേറ്റ് ഉള്ളത്. ആ ഗേറ്റിന് പുറത്ത് ഒരുപാട് ആളുകൾ ക്യൂ നിൽപ്പുണ്ട്. ലീ ഷൈനും മാർക്കും ടീമും അവിടെ എത്തുമ്പോൾ മാർക്കിൻ്റെ ദൃഷ്ടി വലതു ഭാഗത്തുള്ള ഒരാളിൽ പതിഞ്ഞു. ആ ആളെ മാർക്ക് നേരത്തെ കണ്ടിട്ടുണ്ട്. മാർക്കും യാവോ നയനാനും തമ്മിൽ ആ ഫൈറ്റ് നടക്കുമ്പോൾ ആ യാവോ കുടുംബത്തിന് വേണ്ടി ആ വെന്യൂ സെറ്റ് ചെയ്ത ആളുകൾ ഒരാൾ ആ മനുഷ്യനാണ്. അയാൾ മാർക്കിനെയും കണ്ടു. മാർക്കിനെ കണ്ടതും അയാൾ അതിവേഗം മാർക്കിനടുത്തേക്ക് ഓടി വന്നു. ഏയ് മാർക്ക് ഫെല്ലർ, നീ എന്താ ഇവിടെ? ഏയ്, എനിക്കും അതാ ചോദിക്കാനുള്ളത്. നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? മാർക്ക്, നിന്നെ കൊല്ലാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, അല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ രീതി ഇതാണ്. നിങ്ങളുടെ യങ് മാസ്റ്റർ എന്നോട് ഇങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് ഒരു ഫൈറ്റ് വെച്ചതാണ്. ആ ഫൈറ്റിൽ അയാൾ പരാജയപ്പെട്ടു. അത് അംഗീകരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കുമില്ലേ? മാർക്ക്, നീ കള്ളക്കളികളൊന്നും കളിക്കണ്ട. ഞങ്ങളുടെ യങ് മാസ്റ്ററെ നീ ചതിച്ച് തോൽപ്പിച്ചതാണ്. അതിന് പകരം ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അങ്ങനെ അയാൾ പറഞ്ഞതും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലീഷൻ അയാളോട് ചോദിച്ചു, ഏയ്, ഇത് ആൽക്കെമിസ്റ്റ് അസോസിയേഷൻ ആണെന്ന് അറിയില്ലേ? ലീഷന്റെ ചോദ്യം കേട്ടതും ആ യാവോ കുടുംബത്തിന്റെ ആ എൽഡർ ലീഷനോട് പറഞ്ഞു, ഏയ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. ഞാനും മാർക്കും തമ്മിൽ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് സംസാരിക്കാൻ താൻ ആരുവാ? ലീഷനോട് ആ ചോദ്യം ആ യാവോ കുടുംബത്തിലെ എൽഡർ ചോദിച്ചതും ലീഷൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് കൾച്ചർ തീരെ ഇല്ല അല്ലേ? ഏയ്,
നീ എന്താ പറഞ്ഞാൽ എനിക്ക് കൾച്ചറില്ലാതോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ എൽഡർ കൈയൊന്ന് ഉയർത്തി ഒരൊറ്റയാടി. മാർക്കിനോടുള്ള ദേഷ്യം അയാൾ യഥാർത്ഥത്തിൽ ലീഷിനോട് കാണിച്ചതാണ്. തികച്ചും അപ്രതീക്ഷിതമായി ആ മനുഷ്യൻ ലീഷിനെ ആഞ്ഞൊരൊറ്റയാടി. ആ കൈ ലീഷിന്റെ നേരെ പാഞ്ഞു വന്നതും ലീഷിന്റെ കണ്ണിൽ നിന്ന് ഒരു പ്രകാശം ആ എൽഡറുടെ പുറത്തു പതിച്ചതും ഒരേ നിമിഷത്തിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകും മുമ്പ് ആ എൽഡർ ആ നിന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 10-20 അടി പുറകോട്ടങ്ങ് തെറിച്ചു. അവൻ്റെ കൈ അവന് ആ ലീഷിൻ്റെ പുറത്ത് തൊടാൻ പറ്റും മുമ്പ് ആ എൽഡർ തെറിച്ചു പോവുകയായിരുന്നു. അയാളൊരു സെമി സെയിൻ്റാണ്. ഈ കാഴ്ച കണ്ട ജൂവും മാർക്കും യാവമങ്ങും പോലും ശരിക്കും നടുങ്ങിയെന്ന് പറയാം. കൈകളൊന്നും അനക്കാതെ കണ്ണിൽ നിന്ന് പ്രകാശം ജ്വലിപ്പിച്ച് ലീഷൻ ആ ആള് തെറിപ്പിച്ചപ്പോൾ തെറിച്ചു വീണ ആ എൽഡർ ശരിക്കും വല്ലാണ്ടായി. അയാളുടെ ബോഡി ലാംഗ്വേജ് ആകെ മാറി. അയാൾ അമ്പരപ്പോടെ ലീഷിനോട് ചോദിച്ചു, അല്ല ആരാ താങ്കൾ ആരാ? അതിന് മറുപടി പറഞ്ഞത് ജൂ ആണ്. ജൂ ആ യാവോ കുടുംബത്തിലെ എൽഡറോട് പറഞ്ഞു, ഇത് ഈ ആൽക്കമിസ്റ്റ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് സീനിയർ ലീ ഷൈൻ. അത് കേട്ടതും ആ യാവോ കുടുംബത്തിൻ്റെ ആ എൽഡറുടെ കിളി പോയതുപോലെയായി. അയാൾ 2 കൈയും കൂട്ടിച്ചേർത്തുകൊണ്ട് ലീഷൈനെ തൊഴുത് അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. ഏയ്, അറിയാതെ പറ്റിയതാണോ അറിഞ്ഞുകൊണ്ട് പറ്റിയതാണോ എന്നത് എൻ്റെ വിഷയമല്ല. എന്തായാലും ഈ ആൽക്കമിസ്റ്റ് അസോസിയേഷനിൽ നിന്ന് നീ ഇനി ഒരു സേവനവും നേടില്ല. ഈ നിമിഷം നിന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ഉത്തരവ് ഞാൻ നൽകുകയാണ്. ശരിക്കും യാവോ കുടുംബത്തിൻ്റെ ആ എൽഡർ പെട്ടതുപോലെയായി. യാവോ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ടാണ് അയാളോട് വന്നത്. യാവോ കുടുംബത്തിലെ ഒരു പ്രധാന വ്യക്തി അവിടെ ഇപ്പോൾ സെക്ലൂഷനിലാണ്. അയാളുടെ ട്രൂ സെയിൻ്റായി മാറാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതിന് അയാളെ സഹായിക്കാനായി ആൽക്കമിസ്റ്റ് അസോസിയേഷനിൽ നിന്ന് ചില മരുന്നുകൾ വേണം. ആ മരുന്ന് വാങ്ങാനാണ് യഥാർത്ഥത്തിൽ അയാൾ എത്തിയത്. ഇവിടെ എത്തി അയാൾ ആൽക്കമിസ്റ്റ് അസോസിയേഷനുമായി പിണങ്ങി മരുന്നില്ലാതെ മടങ്ങിച്ചെന്നാൽ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ശരിക്കും ആ എൽഡർ അമ്പരപ്പോടെ വാ പൊളിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗാർഡുകൾ എത്തി ലീഷൈനെ അകത്തേക്ക് ക്ഷണിച്ചു. ലീഷൈനൊപ്പം മാർക്കും കൂടുതലുള്ള ആളുകളും അകത്ത് കിടന്നു. ഈ സമയത്ത് ലീഷൈനൊപ്പം അകത്തേക്ക് കിടക്കുന്ന മാർക്കിനെ പലരും കണ്ടു കഴിഞ്ഞു. അവർക്കൊപ്പം വേറെ ആൾക്കാർക്കും അകത്തേക്ക് കിടക്കാൻ പറ്റില്ല. അകത്തേക്ക് കിടക്കുന്നതിന് വേറെ പ്രവേശന രീതികളുണ്ട്. ലീഷൈൻ ആ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ഗാർഡുകൾ അദ്ദേഹത്തെ മാത്രം അകത്തേക്ക് കൊണ്ടുപോയത്. അവരുടെ ബഹുമാനം കാണുമ്പോൾ തന്നെ ലീഷൈൻ്റെ ആ പൊസിഷൻ്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാവും. മാർക്ക് ലീഷൈനെ ഫോളോ ചെയ്ത് ആ അസോസിയേഷൻ്റെ പ്രധാന ബിൽഡിങ്ങിലേക്ക് എത്തി. ആ ബിൽഡിങ്ങിൻ്റെ പ്രധാന ഹാളിലേക്ക് കടന്ന് മാർക്കും ജൂവും യാവുമെങ്ങും ശരിക്കും വാ പൊളിച്ച് ആ ഹാളിനകത്ത് കാണുന്ന കാഴ്ചകളിലേക്ക് അങ്ങനെ നോക്കി നിന്ന് പോവുകയാണ്. മാർക്ക് ആ പൈറോയിൽ പൗലിയം മാസ്റ്ററെ ആൽക്കമിസ്റ്റ് അസോസിയേഷനിൽ താമസിച്ചിരുന്ന വ്യക്തിയാണ്. അവിടെ മാർക്ക് കണ്ട ആ ആൽക്കമിസ്റ്റ് അസോസിയേഷൻ്റെ സംവിധാനങ്ങളും ഇവിടെ കാണുന്നവൽ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ആ വിശാലമായ ഹാളിൽ ശരിക്കും ഒരു കാഴ്ച തന്നെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. ആൽക്കമിസ്റ്റ് ഉപകരണങ്ങളുടെ ഒരു വൻ ശൃംഖല തന്നെ അവിടെയുണ്ട്. അതുപോലെ അമൂല്യങ്ങളായ മരുന്നുകളുടെയും ഹെർബ്സുകളുടെയും വൻ ശേഖരം. ആ കാഴ്ച കണ്ട് മാർക്കറ്റ് ടീമും അങ്ങനെ നടക്കുമ്പോൾ ലീഷൈൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സാധാരണഗതിയിൽ ഇവിടേക്ക് ഒരാളെയും പ്രവേശിപ്പിക്കുന്നതല്ല. അത് മാർക്കിന് മനസ്സിലായി. മാർക്കും യാവുമെങ്ങും ജൂവും തൊഴുതുകൊണ്ട് ലീഷൈനോട് പറഞ്ഞു, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങേ ഫോളോ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ലീഷൈൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എനിക്ക് നൽകിയ വാക്ക് മറക്കരുത്. അതിന് മറുപടി പറഞ്ഞത് ജൂ ആണ്. അത് നടക്കും, അങ്ങ് പേടിക്കണ്ട. ജൂവിന് ശരിക്കും അക്കാര്യത്തിൽ ഉറപ്പുണ്ട്. അവൾ പറഞ്ഞാൽ ഡീലി സമ്മതിക്കുമെന്ന്. അത് കേട്ടപ്പോൾ ഷൈൻ്റെ മുഖത്ത് വളരെ സന്തോഷം. ഷൈൻ
ലീഷ്യൻ അവരുമായി മുന്നോട്ടടക്കുമ്പോൾ മാർക്ക് ലീഷ്യനോട് ചോദിച്ചു, സീനിയർ, എനിക്ക് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. മാർക്ക്, നിനക്ക് യുവാനെ കാണണമല്ലേ? അതേ സീനിയർ, എനിക്ക് പൗരി മാസ്റ്ററെ കാണണം. മാർക്ക്, നീ മുന്നോട്ട് പോവുക. ഇടതുവശത്ത് അനവധി മുറികളുണ്ട്. അതിൽ 11 എന്ന് എഴുതിയിരിക്കുന്ന മുറിയിലേക്ക് നീ കയറിക്കൊള്ളൂ. അവിടെ നിനക്ക് അവരെ കാണാൻ പറ്റും. അങ്ങനെ മാർക്കിനോട് ലീഷ്യൻ പറഞ്ഞതും മാർക്ക് ജൂവിനോടും യാവമെങ്ങിനോടും യാത്ര പറഞ്ഞിട്ട് നേരെ നടന്നു തുടങ്ങി. മാർക്ക് നടന്നു പോകുമ്പോൾ ശരിക്കും വിശാലമായ കാഴ്ചകൾ മാർക്കിനെ കാത്തിരിക്കുന്നുണ്ട്. അതിമനോഹരമായ ഒരു സ്വപ്നത്തിലൂടെ മാർക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് മാർക്കിന് യഥാർത്ഥത്തിൽ തോന്നിയത്. കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, അനവധി പുസ്തകങ്ങളുടെ ശേഖരങ്ങൾ, ഒരുപാട് മരുന്നുകളുടെ കൂട്ട്, ഇതൊക്കെ ശരിക്കും വിസിബിളായി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ധാരാളം വലിയ സ്ക്രീനുകൾ 2 ഭാഗത്തുമുണ്ട്. ആ സ്ക്രീനുകളിൽ മരുന്നുകളുടെ കൂട്ടുകൾ അങ്ങനെ എഴുതി വരുന്നതും പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. മാർക്ക് ആ കാഴ്ചകളിലൂടെ കണ്ട് അങ്ങനെ പോകുമ്പോൾ ഇവിടെ യാവുമെങ്ങും ജൂ ഒക്കെ അത്തരം കാഴ്ചകൾ തന്നെ കാണുകയാണ്. അവർക്ക് കൊണ്ട് വിശ്വസിക്കാനാവാത്ത ശൈലിയിൽ അതിമനോഹരമായി ആ ലൈബ്രറി അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. വിസിബിലിറ്റി, അതാണ് ആ ലൈബ്രറിയുടെ പ്രത്യേകത. മാർക്ക് നടന്ന് ആ 11 എന്ന നമ്പറുള്ള മുറിയുടെ മുന്നിലെത്തി. ആ ഇടതുവശത്തുള്ള ആ മുറിയിലേക്ക് മാർക്ക് കയറുമ്പോൾ അത്ര വലിപ്പമുള്ള മുറിയല്ല മാർക്ക് കാണുന്നത്. എന്നാൽ നല്ല വൃത്തിയുള്ള ഒരു മുറിയിലാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. അവിടെ ഒരു ആൽക്കെമിസ്റ്റിന്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും. ആൽക്കെമിസ്റ്റുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു മുറിയാണ്. മാർക്ക് അവിടെയുള്ള ഒരു കസേരയിലിരുന്നു. ആ മുറിയിൽ വേറെ ആരുമില്ല. മാർക്ക് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാൽപെരുമാറ്റം മാർക്ക് കേട്ടു. മാർക്ക് ഫെല്ല ശബ്ദം കേട്ട് തിരിയുമ്പോൾ മാർക്ക് കാണുന്നത് സാക്ഷാൽ പൗലിയം മാസ്റ്ററെയാണ്. പൗലിയം മാസ്റ്റർ മുഖത്ത് സ്ഥിരമായി കാണുന്ന അതേ ഭാവമാണുള്ളത്. ഒരു വല്ലാത്ത ശാന്തത. ആ മുഖഭാവത്തോടെ അവർ നടന്ന് മാർക്കിന്റെ എതിരെയുള്ള കസേര വന്നിരുന്നു. മാർക്ക് പൗലിയം മാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ പൗലിയം മാസ്റ്റർ അവിടെയുള്ള ആ ഫ്ലാസ്കിൽ നിന്ന് ചായ പകർന്ന് മാർക്കിന്റെ മുന്നിലോട്ട് നീട്ടിവെച്ചു. മാർക്ക് ആ ചായ കയ്യിലെടുത്തതും പൗലിയം മാസ്റ്റർ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പൗലിയം മാസ്റ്റർ, ഞാൻ പൗലിയം മാസ്റ്ററെ കാണാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നറിയാവോ? ശരിക്കും മാർക്കിന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മാർക്ക് പല വിശേഷങ്ങളും ചോദിച്ചതും പൗലിയം മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നിന്നെക്കുറിച്ച് കേൾക്കാറുണ്ട്. പൗലിയം മാസ്റ്റർ, നമ്മുടെ കൂടെ വന്ന മറ്റാരെങ്കിലും കണ്ടായിരുന്നു? മാർക്ക്, ഞാൻ അങ്ങനെ ആരെയും കണ്ടില്ല. എമിലി നിനക്കറിയാമല്ലോ, പിന്നെ വേറെ ആരെയും ഞാൻ അങ്ങനെ കണ്ടതായി ഓർക്കുന്നില്ല. പൗലിയം മാസ്റ്റർ, അന്ന് എന്താ സംഭവിച്ചത്? മാർക്ക്, ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം തകർന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്തായി വീണു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റാതെ പോയത്. യാവമങ് ചാങ്മാങ്ങും ഒക്കെ പറഞ്ഞ അതേ കഥ തന്നെ പൗലിയം മാസ്റ്ററും മാർക്കിനോട് പറഞ്ഞു. മാർക്ക് പെട്ടെന്ന് പൗലിയം മാസ്റ്ററെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. ശരിക്കും പൗലിയം മാസ്റ്റർ സ്ട്രെങ്ത് മാർക്കൊന്ന് അളന്നു നോക്കുകയെന്ന് പറയാം. മാർക്കിൻ്റെ ആ ഡിവൈൻ സെൻസിന് പൗലിയം മാസ്റ്ററുടെ ഓറ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാർക്കിൽ വല്ലാത്തൊരു അത്ഭുതം ഉണ്ടാക്കി. മാർക്ക് അത്ഭുതത്തോടെ പൗലിയം മാസ്റ്ററോട് ചോദിച്ചു, അല്ല, ഇവിടെ ആൽക്കെമിസ്റ്റ് ആയിരിക്കുമ്പോഴും മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യൂ? മാർക്കിന്റെ ചോദ്യത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായി. പൗലിയം മാസ്റ്റർ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ശരിക്കും ഒരു മാർഷൽ ആർട്ടിസ്റ്റും ഒരു ആൽക്കെമിസ്റ്റും വ്യത്യസ്തരായിട്ടാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഒരു ആൽക്കെമിസ്റ്റിന്റെ ജോലി എന്താണ്? പൗലിയം മാസ്റ്റർ, അത് ആർക്കെങ്കിലും അസുഖം വന്നാൽ അവരെ ചികിത്സിക്കാൻ മരുന്നുകൾ ഉണ്ടാക്കുന്നതല്ലേ ഒരു ആൽക്കെമിസ്റ്റിന്റെ ജോലി? അതുപോലെ തന്നെ ആ അസുഖമുള്ള ആളുടെ അസുഖം ഐഡന്റിഫൈ ചെയ്യാൻ വേണം. ഭൂമിയിൽ ഡോക്ടേഴ്സ് ശരിക്കും രോഗം ഐഡന്റിഫൈ ചെയ്ത് മരുന്ന് നിർദ്ദേശിക്കുന്നവരാണ്. ആൽക്കെമിസ്റ്റ് ആണെങ്കിൽ മരുന്ന് കൂടി ഉണ്ടാക്കി രോഗിക്ക് കൊടുക്കും. ആ ഒരു വ്യത്യാസമാണ് സാധാരണ ഡോക്ടറും ഒരു ആൽക്കെമിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. മാർക്കിന് അതറിയാം. മാർക്ക് അത് അങ്ങനെ തന്നെ പൗലിയം മാസ്റ്ററോട് പറഞ്ഞതും പൗലിയം മാസ്റ്റർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഒരാളുടെ ബോഡിയിൽ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ചികിത്സിക്കാനാണ് മറ്റൊരാളുടെ ആവശ്യമുള്ളത്. ആ ചികിത്സ സ്വയം ഒരാൾ ചെയ്താൽ അയാളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അങ്ങനെ സ്വന്തമായി ചികിത്സ നടത്താൻ കഴിയുന്ന ആളുകളുണ്ട്. മാർക്ക്,
ശരിക്കും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ഒരു നിശ്ചിത ലെവലിലെത്തുമ്പോൾ ആ ആളിന് അയാളുടെ ബോഡി സ്വയം ഹീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അയാളെ നമ്മൾ എന്ത് വിളിക്കും? പൗലൻ മാസ്റ്ററുടെ ആ ചോദ്യത്തിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മാർക്കിന് ഇപ്പോൾ അറിയാവുന്ന കാര്യമാണത്. മാർക്ക് അവിടെ ഭൂമിയിൽ മാർഷൽ സെയിന്റ് ആയതിനു ശേഷമാണ് ഇവിടെ ഹോളി റീജിയനിലേക്ക് വരുന്നത്. മാർക്ക് ഇവിടെ എത്തുമ്പോൾ ആ സ്റ്റേറ്റിന് നേസന്റെ സോൾ സ്റ്റേജ് എന്ന ഇവിടെ എല്ലാവരും വിളിക്കുക. ആ സ്റ്റേജിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും മുറിവുണ്ടായാൽ സ്വയം അത് ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ശരിക്കും വളരെ ആഴത്തിലുള്ള മുറിവുകളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് മരുന്നിൻ്റെ ആവശ്യമുള്ളത്. ചെറിയ ചെറിയ മുറിവുകളും ചെറിയ ചെറിയ ക്ഷതങ്ങളും ഒക്കെ അവരെ ബാധിക്കാറേയില്ല. ചില മുറിവുകളൊക്കെ നിമിഷ നേരം കൊണ്ടാണ് കരിഞ്ഞു പോവുക. ശ്രീഹരിയിലും ജൂലും ഒക്കെ മാർക്കത് കണ്ടതാണ്. മാർക്ക് പൗലൻ മാസ്റ്റർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ആ ചിത്രങ്ങളൊക്കെ മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് അയാളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങളും മുറിവുകളും അസുഖങ്ങളൊക്കെ ഭേദപ്പെടുന്നതിൻ്റെ വേഗതയും കൂടും. മാർഷൽ ആർട്ടിസ്റ്റിന്റെ ലെവൽ ഉയരുന്നതനുസരിച്ച് അയാളുടെ ഹീലിംഗ് പവറും കൂടുന്നത് മാർക്ക് കണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു ട്രൂ സെയിന്റിനൊക്കെ കയ്യോ കാലോ ഒടിഞ്ഞാൽ പോലും വിഷയമൊന്നുമില്ല. റിവേർഷൻ ഓവർ സ്റ്റേജിലുള്ള ജൂവിൻ്റെ കൈ വെട്ടി മാറ്റിയിട്ട് പോലും ആ കൈ പിന്നീട് കിളിർത്തു വന്നു. അതൊരു ഹീലിംഗ് പവറാണ്. ആ കാര്യം മാർക്കിൻ്റെ ചിന്തയിലേക്ക് വന്നതും മാർക്കിന് കാര്യം മനസ്സിലായി. ആൽക്കെമിസ്റ്റും മാർഷൽ ആർട്ടിസ്റ്റും മുകളിലേക്ക് പോകുന്തോറും ഒന്ന് തന്നെയാകും. സ്വയം ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു മാർഷൽ ആർട്ടിസ്റ്റ് നേടുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളൊരു ആൽക്കെമിസ്റ്റ് ആവുകയാണ്. റിവേഴ്സും സംഭവിക്കും. ഒരു ആൽക്കെമിസ്റ്റ് മുകളിലേക്ക് ഉയരുന്തോറും അയാളുടെ ലെവൽ ഉയരുന്തോറും അയാളുടെ കപ്പാസിറ്റിയും വർദ്ധിക്കും. ഓരോ വ്യക്തിയുടെയും പാത്ത് ഓഫ് കൾട്ടിവേഷൻ വ്യത്യസ്തമാണെന്ന് മാത്രം. ആൽക്കെമിസ്റ്റിന്റെ പാത്ത് മാർഷൽ ആർട്ടിസ്റ്റിന്റെ പാത്തിൽ നിന്ന് ലേശം വ്യത്യാസം ഉണ്ടാവും. മാർഷൽ ആർട്ടിസ്റ്റ് മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലുമൊക്കെ ലക്ഷ്യത്തെ കണക്ട് ചെയ്തുകൊണ്ടാണ്. മാർക്കിനാണെങ്കിൽ ശത്രുക്കളെ തോൽപ്പിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഉള്ളത്. ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റാണ്. മാർക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ പൗലൻ മാസ്റ്റർ മാർക്കിനോട് വളരെ വിശാലമായിട്ട് തന്നെ ആ കൾട്ടിവേഷൻ ടെക്നിക്കുകളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ശരിക്കും പൗലൻ മാസ്റ്റർ ഇവാനയുടെ ആൽക്കെമിസ്റ്റ് സ്കില്ല് പോലെ തന്നെ അമ്പരപ്പിക്കുന്നതാണ് അവരെ മാർഷൽ ആർട്സ് സ്കില്ലും. അത് അനവധി കൾട്ടിവേഷൻ പാത്തുകളുമായി കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അവര് മാർക്കിനോട് ആ വിവരങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. ആ ചർച്ച പതുക്കെ പതുക്കെ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. 3 രാവും പകലും അവര് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു എന്ന് പറയാം. അതിനിടയിൽ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായിട്ട് അല്പം സമയം കണ്ടെത്തുന്നത് മാത്രം. ശരിക്കും മാർക്ക് ഫെല്ലറെ പൗലൻ മാസ്റ്റർ ഇവാന പുതിയ അനവധി സംവിധാനങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയാം. കൾട്ടിവേഷനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ എങ്ങനെ അതിജീവിക്കണമെന്നും കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ശരിക്കും എത്രത്തോളം വൈവിധ്യമുള്ളതാണെന്നും ഒക്കെ മാർക്കിനെ ഇവാന ബോധ്യപ്പെടുത്തിയെന്ന് പറയാം. അവരങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സാക്ഷാൽ ജൂ കടന്നു വന്നു. ജൂവിനൊപ്പം ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട്. ലീ ഷൈനും അതുപോലെ തന്നെ യാവോമങ്ങും. ലീ ഷൈനെ കണ്ടതും പൗലൻ മാസ്റ്റർ എണീറ്റു. അദ്ദേഹത്തെ പൗലൻ മാസ്റ്റർ വണങ്ങുകയും ചെയ്തു. ലീ ഷൈന് ആ ആൽക്കെമിസ്റ്റ് പൗലനുള്ള ആ പദവി ശരിക്കും ആ പൗലൻ മാസ്റ്ററുടെ വണക്കം കാണുമ്പോൾ ആർക്കും മനസ്സിലാവും. ലീ ഷൈൻ പൗലൻ മാസ്റ്ററോട് പറഞ്ഞു, ഇവാന ഇനി മാർക്ക് പൊയ്ക്കോട്ടെ. ലീ ഷൈൻ അത് പറഞ്ഞതും മാർക്ക് പൗലൻ മാസ്റ്ററോട് പറഞ്ഞു, പൗലൻ മാസ്റ്റർ യാവോമങ്ങിനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. മാർക്ക് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് പൗലൻ മാസ്റ്റർ യാവോമങ്ങിനെ അടുത്തേക്ക് വിളിച്ചു. യാവോമങ്ങിനെ പൗലൻ മാസ്റ്റർക്ക് നല്ല പരിചയമാണ്. അവര് പൈറോയിൽ ഒരുപാട് അടുത്തിടപഴകിയിട്ടുള്ള ആളുകളാണ്. ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ കൂട്ടത്തിൽ ആളുകളോട് മാന്യമായി പെരുമാറുന്ന ഒരാളായിട്ട് യാവോമങ്ങിനെ പൗലൻ മാസ്റ്റർ നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പൗലൻ മാസ്റ്റർ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും യാവോമങ്ങിന് ഒരു വല്ലാത്ത സന്തോഷമായി. യാവോമങ്ങിനെ പൗലൻ മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് ലീ ഷൈനോട് യാത്ര പറഞ്ഞ് മാർക്കും ജൂവും അവിടുന്ന് പുറത്തിറങ്ങി. അവരുടെ ഉദ്ദേശം നടന്നിരിക്കുകയാണ്. അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഗേറ്റിന് പുറത്ത്
കാവൽ നിൽക്കുന്ന ആളുകൾ മാർക്കിനെയും ജൂവിനെയും വളഞ്ഞു. ശരിക്കും അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ആളുകൾ അതിശക്തരാണെന്നുള്ള കാര്യം അവർക്കറിയാം. മാർക്കും ജൂവും ഒരു പരുവത്തിൽ ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ആ ആൽക്കെമിസ്റ്റ് പൗലിനിൽ ആളുകൾക്കുള്ള വിശ്വാസമാണ് ആളുകളുടെ ആ ആക്ടിവിറ്റീസിൽ കാണുന്നത്. മാർക്കും ജൂവും അവിടെ നിന്ന് ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്നാണ് ആകാശത്ത് ഒരു തിളക്കം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പ്രകാശം ആകാശത്തിൽ കുതിച്ചുയർന്നതുപോലെ അവർക്കൊരു തോന്നലുണ്ടായതും ആ പ്രകാശം കണ്ട ഭാഗത്തേക്ക് ജൂവും മാർക്കും അറിയാതെ നോക്കിപ്പോവുകയാണ്. അവർ മാത്രമല്ല, ആ തെരുവിലുള്ള ആളുകളൊക്കെ ആ പ്രകാശം കണ്ട ഭാഗത്തേക്ക് നോക്കി. ആകാശത്ത് അതിമനോഹരങ്ങളായ മേഘങ്ങളുടെ ഒരു നീണ്ട നിര ആ പ്രകാശമുള്ള ഭാഗത്തേക്ക് നീങ്ങുന്നതും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കണ്ടതും ഒരാൾ ഉറക്കെ പറഞ്ഞു, ആരോ ട്രൂ സെയിന്റായി ബ്രേക്ക് ചെയ്യുകയാണ്. പുതിയ യുഗത്തിൽ യങ്ങർ ജനറേഷനിൽ നിന്ന് ആദ്യം ട്രൂ സെയിന്റ് ആയിരിക്കുന്നത് ടെങ് കുടുംബത്തിന്റെ സിന്നറാണ്. ഇതാ സിന്നർക്ക് ശേഷം മറ്റാരോ ട്രൂ സെയിന്റ് ആകുകയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്നാണ് മാർക്കിന് ഒരു കാര്യം ഓർമ്മ വന്നത്. മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, നമുക്ക് അതിവേഗം ഇവിടുന്ന് പോകണം. മാർക്ക്, എന്താ പ്രശ്നം? ജൂ, ആ പ്രകാശം ഉയരുന്നത് ഷീ കുടുംബത്തിന്റെ ഏരിയയിൽ നിന്നാണ്. മാർക്കിന് ആ ഏരിയയുടെ ഏകദേശം ഒരു ധാരണയുണ്ട്. ഷീ കുടുംബത്തിന്റെ ടെറിട്ടറിക്ക് സമീപത്ത് നിന്നാണ് ആകാശത്തേക്ക് ആ പ്രകാശം ഉയർന്നു വരുന്നത്. ആ മേഘങ്ങളൊക്കെ പോകുന്നതും ആ ദിശയിലേക്കാണ്. ഷീ കുടുംബത്തിന്റെ ടെറിട്ടറിയിലാണ് പ്രകാശം എന്ന് കേൾക്കുമ്പോൾ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. അവിടെയുള്ള സാക്ഷാൽ ഗ്രാൻഡ് മാസ്റ്റർ ഷീ ലീമാൻ ട്രൂ സെയിന്റായി ബ്രേക്ക് ചെയ്യാണ്. ലീമാൻ ട്രൂ സെയിന്റ് ആയാൽ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അയാൾ മാർക്കിനെ തിരക്കിയിറങ്ങും എന്നതാണ് ആ അർത്ഥം. അത് അറിയാവുന്ന മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, നമുക്ക് എത്രയും പെട്ടെന്ന് തണ്ടർ കോട്ടയാറിലേക്ക് മടങ്ങണം. വേറെ എവിടെ നിന്നാലും അവർക്ക് രക്ഷയില്ലെന്നുള്ള കാര്യം മാർക്കിന് അറിയാം. ജൂ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ജൂ, ആ ലീമാൻ ട്രൂ സെയിന്റായി ബ്രേക്ക് ചെയ്തെന്ന് തോന്നുന്നു. ജൂവിന് പെട്ടെന്ന് കഥ മനസ്സിലായി. ഷീ കുടുംബത്തിന്റെ ലീമാൻ റിവേർഷൻ ഓൾഡ് സ്റ്റേജിൽ നിന്ന് സെമി സെയിന്റായി നിൽക്കുന്ന ആളാണ്. സെമി സെയിന്റിന്റെ അങ്ങേ തലക്കിലാണ്. ശരിക്കും ഒരു തള്ള് ആരെങ്കിലും തള്ളിയാൽ അയാൾ ട്രൂ സെയിന്റ് ആകും എന്ന് പറയുന്ന ശൈലിയിൽ ശക്തനാണ് ലീമാൻ. ലീമാൻ അതീവ പവർഫുൾ ആണെന്നുള്ള കാര്യം ജൂവിനും അറിയാം. ആ ലീമാനാണ് ട്രൂ സെയിന്റായി ബ്രേക്ക് ചെയ്തിരിക്കുന്നെങ്കിൽ സംഭവം പ്രശ്നമാണ്. ആ ധാരണ ഉറച്ചതും മാർക്ക് ഫെല്ലറും ജൂവും അതിവേഗം ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിന് നേരെ ശരിക്കും ഓടുകയായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഈ സംഭവങ്ങൾ ഈ ആൽക്കെമിസ്റ്റ് പൗലിന്റെ ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ അവിടെ ഷീ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഒരു സ്ഥലത്ത് മുട്ടുകുത്തി നിൽക്കുകയാണ്. ശരിക്കും മുട്ടുകുത്തി അവർ പ്രാർത്ഥിക്കുകയാണെന്ന് പറയാം. ആ മുട്ടുകുത്തി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷാൽ ഷൈനുമുണ്ട്. ഇപ്പോ ഷൈനാണ് ആ ഷീ കുടുംബത്തിന്റെ ഹോളി ലോഡ്. എന്നിട്ടും ആ ഷൈൻ അവിടെ വന്ന് മുട്ടുകുത്തി നിന്ന് അകത്തേക്ക് നോക്കി പ്രാർത്ഥിക്കണമെങ്കിൽ അകത്തുള്ള ആളുടെ ശക്തിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവും. അവരങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങളുടെ വിസ്ഫോടനം തുടർച്ചയായി നടക്കുകയാണ്. കണ്ണഞ്ചിക്കുന്ന പ്രകാശം ആകാശത്ത് നിന്ന് അവിടെ ആ ഹോളി റീജിയനിലെ തറയിലേക്കും തിരിച്ചുമൊക്കെ സംഭവിക്കുകയാണ്. എനർജിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവ് വളരെ വിസിബിളാണ്. മണിക്കൂറുകൾ അതിവേഗം കടന്നുപോയി. അത് കഴിഞ്ഞതും ആ സെക്ലൂഷൻ ഏരിയയുടെ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. അതിനകത്തുനിന്ന് സാക്ഷാൽ ഷീ ലീമാൻ പുറത്തേക്ക് വരികയാണ്. അയാൾ പുറത്തേക്ക് വരുമ്പോൾ അയാളുടെ തലമുടി കാറ്റത്ത് പാറിക്കളിക്കുന്നുണ്ട്. വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച ലീമാൻ മുന്നോട്ട് നടന്നു വരുമ്പോൾ അതിശക്തമായ ഒരു പ്രഷർ സകല ആളുകൾക്കും അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടൽ പോലെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. അയാളുടെ ചുറ്റുമുള്ള ഓറയ്ക്ക് ഒരു വല്ലാത്ത പ്രഭ. ആ ഓറയുടെ പ്രകാശം ആളുകളെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ കണ്ണ് മങ്ങിപ്പോവുകയാണ്. ആളുകൾ അറിയാത്ത തലകുരിച്ചു പോവുകയാണ്. ഷൈൻ പോലും ശരിക്കും അമ്പരം നിൽക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ലീമാൻ നടന്ന് അവരുടെ മുന്നിലെത്തി. എല്ലാവരും ലീമാനെ വണങ്ങി അദ്ദേഹത്തെ ട്രൂ സെയിന്റ് ആയതിൽ അഭിനന്ദിച്ചു. ആ കൂടുതൽ സാക്ഷാൽ ഷൈനും.
ഷൈനെ കണ്ടതും ലീമാൻ ചോദിച്ചു, ഏയ് ഷൈൻ, ഹോളിലോഡ് എവിടെ? ഗ്രാൻഡ് മാസ്റ്റർ, ഹോളിലോഡ് ഇപ്പോ സുഖമില്ലാതെ കിടക്കുകയാണ്. സുഖമില്ലെന്നോ? എന്തു പറ്റി? ഷൈൻ നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ലീമാനെ ധരിപ്പിച്ചു. മാർക്ക് ഫെല്ലർ ആ കയോട്ടിക് ഗുഹയ്ക്കകത്ത് കടന്നുവെന്നും അവിടെ നിന്ന് ട്രേസ്ലെസ് എമോർട്ടൽ സ്ക്രിപ്ചർ എടുത്തുകൊണ്ട് പോയി എന്നുമുള്ള കഥ കേട്ട ലീമാന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ടായി. ശരിക്കും മാർക്കിനെ കൊല്ലാനുള്ള ഒരു ദേഷ്യം അയാളുടെ കണ്ണുകളിൽ വരികയാണ്. ലീമാൻ ഷൈനോട് ചോദിച്ചു, അപ്പോ ആരാ ഇപ്പോൾ ഈ ഷീ കുടുംബത്തെ നയിക്കുന്നത്? മാസ്റ്റർ, എല്ലാവരും കൂടി എന്നെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ ഷൈൻ, അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ലീമാൻ പെട്ടെന്ന് മുട്ടുകുത്തി ഷൈനെ വണങ്ങുകയും ചെയ്തു. അത് കണ്ട ഷൈൻ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഷൈൻ കുനിഞ്ഞ് ഗ്രാൻഡ് മാസ്റ്ററെ പിടിച്ചെണിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സോറി, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, എനിക്ക് ഈ സ്ഥാനത്ത് ഇരിക്കാനും പറ്റില്ല. ഞാൻ സെക്ലൂഷനിലേക്ക് പോവുകയാണ്. അങ്ങ് വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാണ്. ഹേയ് ഷൈൻ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതിന് മറുപടിയായി ഷൈൻ പറഞ്ഞു, മാസ്റ്റർ, എൻ്റെ അനുജൻ ഷിയു ശരിക്കും ശക്തനാണ്. പക്ഷേ അവനെ ഹോളിലൂടാക്കാൻ പറ്റില്ല. അവൻ്റെ മനസ്സ് ശരിയല്ല. അവന് കുടുംബത്തിന് വേണ്ടി തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ജൂനെ കൂടി കൊല്ലണമെന്നുള്ള ഉത്തരവ് ഷൈൻ കൊടുത്തപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഷിയു. ഡീൻലിയുമായി ഉടക്കുന്നത് തെറ്റാണെന്നുള്ള ഒരു അഭിപ്രായമാണ് ഷിയുവിനുള്ളത്. അങ്ങനെ കുടുംബത്തിനെതിരായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ ഷീ കുടുംബത്തിന് തലപ്പത്ത് വന്നാൽ അത് ശരിയാകില്ല എന്നുള്ള ഷൈൻ്റെ വിശ്വാസം ഷൈൻ മാസ്റ്ററുമായി പങ്കുവച്ചു. അതിനുശേഷം അവൻ മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്റർ, ഈ നിമിഷം മുതൽ അങ്ങ് ഈ കുടുംബത്തിൻ്റെ കാരണവരാകണം. അങ്ങ് ആകണം ഹോളിലോഡ്. ഷൈൻ ആ വാചകം പറഞ്ഞതും സമീപത്ത് നിൽക്കുന്ന എല്ലാ എൽഡേഴ്സും ട്രൂ സെയിന്റുകളും ഒക്കെ അതേ വാക്കുകൾ ആവർത്തിച്ചു. സാക്ഷാൽ ട്രൂ സെയിന്റ് ഷീ ക്യുൻജിങ്ങും അത് തന്നെ ആവശ്യപ്പെട്ടു. അതേ മാസ്റ്റർ, അങ്ങാണ് ഹോളിലോഡ് ആകേണ്ടത്. സകല ആളുകളും ആ ആവശ്യം ഉന്നയിച്ചതും ലീമാൻ അവസാനം ആ തീരുമാനമെടുത്തു. അദ്ദേഹം അവരോട് എല്ലാവരോടായി പറഞ്ഞു, ഓക്കെ, താൽക്കാലികമായി ഈ കുടുംബത്തിൻ്റെ ഹോളിലോഡ് പദവി ഞാൻ ഏറ്റെടുക്കാം. ഞാൻ വീണ്ടും പറയുന്നു, അത് താൽക്കാലികമാണ്. ഷൈൻ, നീ ഒരു ട്രൂ സെയിന്റ് ആകുന്നതുവരെ ഞാൻ നിനക്ക് വേണ്ടി ഈ പദവി കാത്തു സൂക്ഷിക്കാം. അത് കേട്ടപ്പോൾ ഷൈൻ ഒത്തിരി സന്തോഷമായി. ഷൈൻ ആ നിമിഷത്ത് തന്നെ അവൻ്റെ ആ കണ്ടിന്യൂ ചെയ്യാനായി അവൻ സെക്ലൂഷനിലിരുന്ന അതേ സ്ഥലത്തേക്ക് മടങ്ങി. ശരിക്കും ലീമാൻ ട്രൂ സെയിന്റായി ബ്രേക്ക് ചെയ്യുന്ന വിവരം അറിഞ്ഞ ഷൈൻ അവൻ്റെ കൾട്ടിവേഷൻ പകുതി വഴിക്ക് നിർത്തി വെച്ചിട്ട് ആ ഭാഗത്തേക്ക് വന്നതാണ്. ഷൈൻ പോയി കഴിഞ്ഞതും രണ്ട് കൈകളും പുറകിൽ കെട്ടി ലീമാൻ അല്പനേരം നിശബ്ദനായി അവിടെയുള്ള ആളുകളേക്ക് ഒന്ന് നോക്കി നിന്നിട്ട് അവരോടായി പറഞ്ഞു, നോക്ക്, നമ്മുടെ ഷീ കുടുംബത്തിന് ഒരു പേരുണ്ട്. ആ പേര് ഒരു മാർക്ക് ഫെല്ലറിലൂടെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അവനെ നമുക്ക് അവസാനിപ്പിച്ചേ പറ്റൂ. അതുമാത്രമല്ല, ട്രേസ്ലെസ് എമോർട്ടൽ സ്ക്രിപ്ചർ വെറും ഒരു മാർക്ക് ഫെല്ലറുടെ കയ്യിൽ ഇരിക്കേണ്ട സാധനമല്ല. നമ്മൾ എമോർട്ടൽ ചക്രവർത്തിയുടെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ട ട്രേസ്ലെസ് എമോർട്ടൽ സ്ക്രിപ്ചർ മാർക്ക് സൂക്ഷിച്ചാൽ അത് ശരിയാകില്ല. നമുക്കത് തിരിച്ചു പിടിക്കണം. ലീമാൻ ട്രൂ സെയിന്റ് ആയ കാര്യം പെട്ടെന്ന് എല്ലാ ഭാഗത്തും അറിഞ്ഞു. അതുപോലെ തന്നെ ഷീമാന്റെ ആ തീരുമാനവും. ഷീമാൻ മാർക്കിനെ നേരിടാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഈ വാർത്ത തണ്ടർ കോർട്ട്യാർഡിലും അറിഞ്ഞു. ആ വാർത്ത അറിയുന്ന സമയത്ത് ഡീൻലിയും മാർക്ക് ഫെല്ലറും ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വാർത്ത കേട്ടല്ലോ, ആ ലീമാൻ ട്രൂ സെയിന്റ് ആയിരിക്കുകയാണ്. അത് കേട്ടതും ചിരിച്ചുകൊണ്ട് മാർക്ക് പറഞ്ഞു, ഡീൻലി, ലീമാൻ ആയിക്കോട്ടെ, അതിനെന്താ? മാർക്ക്, നിനക്ക് ഭയമില്ലേ? ഞാനതിന് ഭയക്കണം, ഞാൻ ഇവിടെയല്ലേ ഉള്ളത്. മാർക്ക്, നീ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ. എന്നെക്കാൾ ശക്തനാണ് ലീമാൻ. നിനക്ക് ശരിക്കും ഭയം തോന്നേണ്ടതല്ലേ? ഡീൻലി, ഈ തണ്ടർ കോർട്ട്യാർഡ് ഇവിടെ സ്ഥാപിതമായിട്ട് ഒരുപാട് കാലമായി.
ഇതിവിടെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും തണ്ടർ കോർട്ട്യാർഡിന് അതിൻ്റെതായ ശക്തി ഉണ്ടാകും. അല്ലെങ്കിൽ എന്നേ തണ്ടർ കോർട്ട്യാർഡ് അവസാനിച്ചനെ. മാർക്ക് അത് പറഞ്ഞപ്പോൾ ഡീൻലി ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ കാര്യങ്ങൾ യുക്തിഭദ്രമായി ചിന്തിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അങ്ങനെ ഡീൻലി പറഞ്ഞതും മാർക്ക് അങ്ങ് ദൂരെ കാണുന്ന ഇമ്മോർട്ടൽ എംപററുടെ ആ ശവകുടീരത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഡീൻലിയോട് പറഞ്ഞു, സാക്ഷാൽ ഇമ്മോർട്ടൽ എംപററുടെ ശവകുടീരം ഇവിടെ സ്ഥിതി ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ രക്തം ശരീരത്തിലൂടെ ഒഴുകുന്ന അങ്ങ് എൻ്റെ സമീപത്തുമുണ്ട്. പിന്നെ ഞാൻ എന്തിന് ആ ലീമാനെ ഭയക്കണം? ഡീൻലിയോടുള്ള മാർക്കിൻ്റെ ആ ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു വ്യക്തതയുള്ള ചോദ്യമാണ്. അത് കേട്ടതും ഡീൻലി ഒന്ന് ചിരിച്ചു. മാർക്ക്, ഓക്കെ, അതൊക്കെ ശരിയാണ്, പക്ഷേ നീ നിന്റെ കൾട്ടിവേഷൻ ശക്തമാക്കണം. മാർക്ക് ഇപ്പോഴും കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് യഥാർത്ഥത്തിൽ ആ ചെസ് കളിക്കുമ്പോഴും കൾട്ടിവേഷൻ നടത്തുകയാണ്. മാർക്കിൻ്റെ ഡിവൈൻ സെൻസിന്റെ ഒരു ഭാഗം ആ സമയത്തും അവിടെ ആ തണ്ടർ കോർട്ട്യാർഡിലെ ഡീൻലിയുടെ അലമാരയിൽ ഇരിക്കുന്ന ട്രേസ്ലെസ് ഇമ്മോർട്ടൽ സ്ക്രിപ്ചറിനകത്തുനിന്ന് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പഠനത്തിന്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. മാർക്ക് ഫെല്ലറും ഡീൻലിയും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് രസമുള്ള ഒരു കാഴ്ച കാണാം. ആ കാഴ്ചയുടെ കാരണക്കാരൻ ആ കാഴ്ച ജൂവുമായി ബന്ധപ്പെട്ടാണ്. ഈ സംഭവ വികാസങ്ങളിലൊന്നും ഒരു ടെൻഷനുമില്ലാതെ ജൂ ആഹാരം പാചകം ചെയ്യുന്നു, എടുക്കുന്നു, കഴിക്കുന്നു. ശരിക്കും അതിൽ ഒരു വല്ലാത്ത വിരുത് ജൂവിനുണ്ട്. ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ജോലിയും ജൂ ചെയ്യത്തില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ ഭക്ഷണം ഉണ്ടാക്കും, അത് വേണമെങ്കിൽ ജൂ ചെയ്യും. ഭക്ഷണം കഴിക്കുന്ന ജൂ ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. മാർക്ക് ജൂവിനെ അങ്ങനെ നോക്കുന്നുണ്ടതും ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും ജൂ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്രമാണ്. അവളുടെ ആ നിർമ്മാണ ബോഡി അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു രഹസ്യമാണ്. നമ്മൾ പാടുപെട്ട് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവളുടെ ബോഡി സ്വയം കൾട്ടിവേറ്റ് ചെയ്യും. ശരിക്കും മാർക്ക്, അവർക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നു എന്ന് നീ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഡെയിലി അതാ നിർമ്മാണ ബോഡി ഉണ്ടല്ലേ മാർക്ക്. അവൾക്ക് നിർമ്മാണ ബോഡി ഉള്ളതുപോലെ നിനക്ക് കയോട്ടിക് ബോഡി ഇല്ലേ? അതല്ല കാരണം. പിന്നെ മാർക്ക്, നീ അവരെ ഒന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. നീ ടെൻസ്ഡാണ് പലപ്പോഴും പല കാര്യങ്ങളിലും. എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കാനുള്ള ഒരു ഓട്ടമാണല്ലോ മാർക്ക് ഫെല്ലറുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെതായ ഒരു ടെൻഷൻ എപ്പോഴും മാർക്കിനുണ്ട്. ജൂവിന് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല. ഒരു ടെൻഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ചും ജൂ ബോധേടുമല്ല. ഒന്നും ജൂവിനെ ബാധിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ജൂവിന് തോന്നുമോ വൈൻ കുടിക്കാം, തോന്നുമോ വേട്ടയാടാം, കിട്ടുന്ന സാധനങ്ങൾ ഫ്രൈ ആക്കാം, കഴിക്കാം, ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ അടിപൊളിയായിട്ട് ജൂവിന് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ കാരണം അവരുടെ മനസ്സിൻ്റെ ആ ശാന്തതയാണ്. ഒരു പ്രശ്നവുമില്ലാത്തതുകൊണ്ട് ജൂവിൻ്റെ കൾട്ടിവേഷൻ സുഖമായി നടക്കുകയാണ്. മാർക്ക് ഫെല്ലർക്ക് അതൊരു പുതിയ അറിവാണ്. മനസ്സ് ശാന്തമാക്കിയാൽ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താൻ പറ്റിയാൽ എന്ത് കൾട്ടിവേഷനും പിന്നെ എളുപ്പമാണ്. ഡീൻലി മാർക്കിനോട് പറയാതെ പറഞ്ഞത് ആ കാര്യമാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഡീൻലിയോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ കൾട്ടിവേഷനിലേക്ക് മടങ്ങാം. മാർക്ക്, നീ ഭയക്കേണ്ട കാര്യമേ ഇല്ല, നീ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ ലീമാൻ എന്ത് ചെയ്യുമെന്ന് അറിയാനെക്കുറിച്ച്, അടുത്ത ദിവസങ്ങളിൽ ലീമാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ലീമാൻ എല്ലാ പ്രമുഖ കുടുംബങ്ങളിലും സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലീമാൻ ബ്ലാക്ക് കുടുംബത്തിലും യാവോ കുടുംബത്തിലും എന്ന് വേണ്ട ഗൂ കുടുംബത്തിലും ഉൾപ്പെടെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. പ്രമുഖ കുടുംബങ്ങളിൽ മാത്രമല്ല, മറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലൊക്കെ ലീമാൻ ഒരു സന്ദർശനം നടത്തുന്നുണ്ട്. എല്ലാ ആളുകളെയും ഒരു വിഷയത്തിലേക്ക് സഹകരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ലീമാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ലീമാൻ ആളുകളെ കൂട്ടുന്ന വിവരം പതുക്കെ പതുക്കെ സ്പ്രെഡായി തുടങ്ങി. ലീമാന്റെ ലക്ഷ്യം തണ്ടർ കോർട്ട്യാർഡ് ആക്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ വാർത്ത പരക്കുന്നത്. തണ്ടർ കോർട്ട്യാർഡിലെ ഡീൻ ലീ സർവശക്തനാണ്. ആ ഡീൻ ലീയുടെ തണ്ടർ കോർട്ട്യാർഡ് ആക്രമിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ തിരിച്ചടി ഉറപ്പാണ്.
അതിനുവേണ്ടി എല്ലാ അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളെയും ഒന്നിച്ചു കൂട്ടാൻ ലീമാൻ ഒരു ശ്രമം നടത്തുകയാണെന്നുള്ള ഒരു വാർത്ത പതുക്കെ പതുക്കെ അങ്ങനെ വ്യാപിച്ചു വരികയാണ്. അതിനിടയിലാണ് ഒരു അപ്രതീക്ഷിത സംഭവം എല്ലാ ആളുകളുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ലീമാൻ അതിവേഗം ഒരു മലയിലേക്ക് നീങ്ങുന്നത് കണ്ട ആളുകൾ ലീമാനെ ഫോളോ ചെയ്തെത്തിയപ്പോൾ ലീമാൻ ആ മലയ്ക്ക് ചുറ്റും ഒരു അദൃശ്യമായ ബൗണ്ടറി അങ്ങ് സൃഷ്ടിച്ചു. ശരിക്കും ആ ബൗണ്ടറി സൃഷ്ടിക്കുന്നതിൽ ലീമാൻ ഒരു വിദഗ്ധനാണ്. ആ ബൗണ്ടറിക്കകത്ത് ആളുകൾക്ക് ഇപ്പോൾ ഒരു കാഴ്ച കാണാം. ഷീ കുടുംബത്തിന് സുപ്രീം ബോൺ നൽകിയ ആ പഴയ ട്രൂ സെയിന്റ് ജിൻസി അവിടെ നിൽക്കുകയാണ്. ജിൻസി യഥാർത്ഥത്തിൽ അവിടെ സെക്ലൂഷനിൽ കൾട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സാക്ഷാൽ ലീമാൻ എത്തുന്നത്. ഒരു ട്രൂ സെയിന്റിന്റെ സാന്നിധ്യം അറിഞ്ഞതും ജിൻസി ചാടി എണീറ്റു. അയാള് ലീമാനെ കണ്ടു. ലീമാനെ കണ്ടതും അയാൾ ലീമാനെ വണങ്ങി. ഹലോ മിസ്റ്റർ ലീമാൻ, നിങ്ങളും ട്രൂ സെയിന്റ് ആയല്ലേ? ട്രൂ സെയിന്റുകളുടെ ലോകത്തേക്ക് സ്വാഗതം. ജിൻസി, നീ ഞങ്ങളുടെ ഷീ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ചിട്ട് എന്നെ അനുമോദിക്കാൻ ശ്രമിക്കുന്നതിൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ലീമാൻ, നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ എപ്പോഴാ നിങ്ങളുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ചത്? നീ ഞങ്ങൾക്ക് ഒരു എല്ലുകൊണ്ട് നൽകിയിട്ട് അത് സുപ്രീം ബോർഡാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചില്ലേ? മിസ്റ്റർ ലീമാൻ, അത് യഥാർത്ഥത്തിൽ ട്രിബുലേഷൻ ലെവലിലെ ഒരാളുടെ ബോർഡ് തന്നെയായിരുന്നു. ജിൻസി, നീ മറ്റൊരു കാര്യം കൂടി ചെയ്തു. 3 ദിവസം ഞങ്ങളുടെ മിസ്റ്റിക് വേൾഡിനകത്ത് വെച്ച് ഞങ്ങളുടെ ഇമ്മോർട്ടൽ എംപററുടെ ആ സ്ക്രിപ്റ്റ് നീ വായിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന് പുറത്ത് ആ സ്ക്രിപ്റ്റ് വായിച്ച ഏക വ്യക്തി നീയാണ്. ആ സ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ ഓളിയം ഏതാണ്ട് പൂർണ്ണമായും നീ വായിച്ചു. അങ്ങനെ വായിച്ച ഒരാൾ ഇനി വേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ലീമാൻ, നീയും ട്രൂ സെയിന്റ്, ഞാനും ട്രൂ സെയിന്റ്. ആ അവസരത്തിൽ നിന്റെ ഈ പേടിപ്പിക്കൽ എന്നോട് വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജിൻസി അയാളുടെ ബോഡിക്ക് ചുറ്റുമായി അയാളുടെ ഓറ റിലീസ് ചെയ്തു. ശരിക്കും അയാൾ അതിശക്തൻ തന്നെയാണ്. അയാളുടെ ശക്തി അയാൾ ഒരിക്കൽ ആ ഷീ കുടുംബത്തിന്റെ ആ ഹോളി ലോഡിന് മുന്നിൽ പ്രദർശിപ്പിച്ചതാണ്. ഇപ്പൊ പക്ഷേ ഷീ കുടുംബത്തിന് ഹോളി ലോഡ് മാറിയിരിക്കുന്നു. ആ മാറിയ ഹോളി ലോഡ് സാക്ഷാൽ ഷീ ലീമാൻ, ഷീ കുടുംബത്തിന്റെ കാരണവർ ഓറ റിലീസ് ചെയ്യുന്ന ജിൻസിയെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. അയാള് 2 കൈകളും അങ്ങനെ പുറകിൽ കെട്ടി വളരെ കൂളായി ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. പല സ്ഥലത്തുനിന്നും ലീമാനെ ഫോളോ ചെയ്ത് അവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ആർക്കും ആ മലയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ആ മലയ്ക്ക് ചുറ്റുമായി ഒരു ബാരിയർ ലീമാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. തനിക്ക് ആ ബാരിയർ കടന്ന് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ജിൻസിയും ഇതിനകം മനസ്സിലാക്കിയ കേസാണ്. ജിൻസി ഇപ്പോൾ ഫൈറ്റ് ചെയ്താലേ പറ്റൂ. ലീമാനെ തോൽപ്പിക്കാതെ അയാൾക്ക് ആ ബാരിയർ തകർക്കാൻ കഴിയില്ല. ജിൻസി തന്റെ ഓറ മുഴുവൻ റിലീസ് ചെയ്തിട്ട് ശക്തമായി ഒന്ന് അലറിയതും ഒരു ശബ്ദത്തിന്റെ അതിപ്രസരം അവിടെ ഉണ്ടായെന്ന് പറയാം. ശബ്ദം ഒരുപാട് ഓളങ്ങൾ സൃഷ്ടിക്കുകയാണ്. വായുവിനെ കാറ്റാക്കി മാറ്റി ആ കാറ്റിനെ കൊടുങ്കാറ്റാക്കി മാറ്റാൻ അയാളുടെ ആ അലർച്ചയ്ക്ക് പറ്റി. ശരിക്കും അതിശക്തമായി വായു നിളകി വൻ വേഗതയിൽ ലീമാനെതിരെ പാഞ്ഞു വരികയാണ്. അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് അത് ആരെയും എടുത്തു മറിക്കും. വേണമെങ്കിൽ ഒരു മലയെ തന്നെ എടുത്തെറിയും. അത്ര പവർഫുള്ളായ ഒരു കാറ്റാണ് ആ ട്രൂ സെയിന്റ് ആ മലയുടെ മുകളിൽ നിന്ന് സൃഷ്ടിച്ചത്. പക്ഷെ ആ കാറ്റിനെ വളരെ നിർവികാരമായി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സാക്ഷാൽ ലീമാൻ. ആ കാറ്റ് മുന്നോട്ട് വരുമ്പോൾ മലയുടെ മുകളിലുള്ള പല സാധനങ്ങളും ആ കാറ്റിൻ്റെ ഭാഗമായി മാറി. മരങ്ങളും വലിയ പാറകളും വരെ ആ കാറ്റിനൊപ്പം ചലിച്ചു തുടങ്ങി. ഒരു വൻ കൊടുങ്കാറ്റ് അതിശക്തമായി ഇങ്ങനെ ആകാശത്തൂടെ പാഞ്ഞ് ലീമാന് നേരെ വരുമ്പോൾ ലീമാൻ വെറുതെ കാഷ്വലായിട്ട് കൈയൊന്ന് അനക്കി. കണ്ണഞ്ചിക്കുന്ന ഒരു ഡിഫറൻസാണ്. ശരിക്കും ആളുകളെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവം അതിൻ്റെ ഫലമായി ഉണ്ടായി. വളരെ
കൂളായിട്ട് വലത് കൈ ഒന്ന് അനക്കിയ ലീമാന്റെ ആ കൈ അദൃശ്യമായ ഒരു പവർ അവിടെ സൃഷ്ടിച്ചു എന്ന് വ്യക്തമാണ്. കാരണം ആ കൈയുടെ അനക്കം മുന്നോട്ട് വരുന്ന കാറ്റിനെ നന്നായി ബാധിച്ചു. ആ കാറ്റിനൊപ്പം ഉണ്ടായിരുന്ന മൺതരികളും മണലും മണ്ണും കല്ലും പാറയും മരങ്ങളും ഏതുകൊണ്ട് സകലതും ചിതറി ശരിക്കും ആകാശത്തേക്ക് ലയിച്ചു ചേരുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഈ ബൗണ്ടറിക്ക് പുറത്ത് നിൽക്കുന്ന ആളുകൾ കണ്ടത്. ജിൻസി ആ കാഴ്ച കണ്ടു. അയാള് ആ കാഴ്ചയിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ ഒന്നുകൂടി കൈയനക്കിയതും ആ കാറ്റിന്റെ തൊട്ടു പുറകെ 2 ഗോളങ്ങൾ, പ്രകാശഗോളങ്ങൾ ആ കാറ്റിന്റെ പുറകെ ലീമാന് നേരെ പാഞ്ഞു വന്നു. ശരിക്കും ആ കാറ്റ് ചിതറുമ്പോൾ ആ കാറ്റിനൊപ്പം വന്ന ആ ഗോളങ്ങൾ കാറ്റിനകത്തൂടി കടന്ന് വീണ്ടും ലീമാന് നേരെ വരികയാണ്. ലീമാൻ ആ 2 ഗോളങ്ങളെയും കൗതുകത്തോടെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചെറുതായി ഊതി. ശരിക്കും അയാള് ഈ ജിൻസിയെ കളിയാക്കം പോലെയാണ് ഒന്ന് ഊതിയത്. പക്ഷെ ആ ശബ്ദം, അയാളുടെ വായുന്നുള്ള ആ ഉച്ഛ്വാസ വായു, അതെല്ലാം കൂടി അവിടെ പക്ഷെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അയാളുടെ മുന്നിലെ വായു പെട്ടെന്നാണ് ഒന്ന് ചലിച്ചത്. അത് അതിവേഗം ഒരു കൊടുങ്കാറ്റായി മാറി. മറുഭാഗത്തുനിന്ന് മണലും കല്ലും പാറയും മരങ്ങളും എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുവന്ന ആ കാറ്റിനൊപ്പം 2 തീഗോളങ്ങളും ഉണ്ടായിരുന്നു. ആ തീഗോളത്തെ ഏതാണ്ട് പൂർണ്ണമായും ആ കാറ്റ് അടിച്ച് ചിതറിച്ചു. ശരിക്കും ആ തീഗോളങ്ങളും ആ കാറ്റിനൊപ്പം ചിതറുമ്പോൾ മറുഭാഗത്ത് ലീമാൻ നേരെ ജിൻസി അടുത്ത ആയുധം തൊടുത്തു കഴിഞ്ഞു. അത് ഒരു വലിയ സീലാണ്. കാറ്റിന്റെ പുറകിൽ തീക്ക് പുറകെ ഒരു സീല്. ആ സീല് സകലതും മറയ്ക്കുന്ന ഒരു മറയാണെന്ന് പറയാം. ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന ആ കൂറ്റൻ സീല് മുന്നോട്ട് വരുമ്പോൾ ശക്തമായൊരു പ്രഷർ മുമ്പിലോട്ട് കൊടുത്തുകൊണ്ട് വരികയാണ്. പക്ഷെ ആ സീലിനെയും ലീമാൻ വെറും ഒരു ഒറ്റ പഞ്ചിൽ തകർത്ത് തരിപ്പണമാക്കി. ആ സമയത്ത് വീണ്ടും ജിൻസിയുടെ കൈകളൊന്ന് ചലിച്ചു. അനവധി മൃഗങ്ങളും അനവധി ആയുധങ്ങളും ഒക്കെ അതിവേഗതയിൽ ജിൻസിയുടെ ആ കൈ അനക്കത്തിന്റെ ഫലമായി ലീമാന് നേരെ പാഞ്ഞു വന്നു തുടങ്ങി. പക്ഷെ അതൊന്നും ലീമാനെ ബാധിക്കുന്നതേ ഇല്ല എന്ന ശൈലിയിൽ ലീമാൻ അവയും നിഷ്പ്രയാസം തകർത്ത് തരിപ്പണമാക്കി. ജിൻസി തന്റെ കയ്യിലെ ഓരോ ആയുധങ്ങളായിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ്. പക്ഷെ അപ്പോഴൊക്കെയും വളരെ കൂളായിട്ട് ആ സംവിധാനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലീമാൻ. ലീമാന്റെ ഈ ആക്ഷൻസ് പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ കാണുകയും അവരൊക്കെ അതിനനുസരിച്ച് കമന്റ് പറയുകയും ചെയ്യുകയാണ്. ലീമാൻ ശരിക്കും അതിശക്തനാണ്. ഇപ്പോ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തൻ ലീമാനാണെന്ന് പറയാം. അങ്ങനെ ആളുകൾ പറയുമ്പോഴേക്കും ട്രൂ സെയിന്റ് സാക്ഷാൽ ടെങ് സിന്നറും സ്ഥലത്തെത്തി. ലീമാൻ ഒരു ഫൈറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന കാര്യം അറിഞ്ഞിട്ട് ഓടിയെത്തിയതാണ്. അയാൾക്കും ഈ കാഴ്ച കാണാം. സിന്നറെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് ആ ബാരിനകത്ത് നടക്കുന്നത്. ജിൻസി തുടർന്ന് അയാളുടെ ശേഖരത്തിലുള്ള 100 കണക്കിന് സ്പെല്ലുകൾ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ തുരുതുര ലീമാനെതിരെ ഉപയോഗിച്ചു തുടങ്ങി. പലതും അമ്പരപ്പിക്കുന്ന ടോപ്പ് ലെവൽ സ്പെല്ലുകളാണ്. ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെ ലീമാന്റെ മുകളിലേക്ക് പ്രകാശം പാഞ്ഞിറങ്ങുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ആ ടെക്നിക്കൊക്കെ അതിവേഗതയിലാണ് ലീമാന് മുന്നിൽ അപ്രത്യക്ഷമായത്. ഒന്ന് അവസാനിക്കുമ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഒരു സമയത്ത് നക്ഷത്രങ്ങൾ പെയ്തിറങ്ങിയെങ്കിൽ അടുത്ത സമയത്ത് വൻതോതിൽ മഞ്ഞ വരുന്നത്, ചിലപ്പോൾ തീയായിരിക്കും വരുന്നത്, ചിലപ്പോൾ കാറ്റായിരിക്കും, ചിലപ്പോൾ അതിശക്തമായ പ്രഷറായിരിക്കും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ രൂപത്തിലുള്ള ആക്രമണമായിരിക്കും. ഒരുപാട് സ്പെല്ലുകൾ 1 2 3 4 എന്ന് പറയുന്നിടയിൽ 100 കണക്കിന് സ്പെല്ലുകൾ അതിവേഗതയിൽ ജിൻസി സൃഷ്ടിച്ചെങ്കിലും അതൊന്നും ലീമാനെ തോൽപ്പിക്കാൻ പര്യാപ്തമായ ഒന്നുമല്ല. ഈ കളി ഏകദേശം ഒരു 2 മണിക്കൂർ തുടർന്നതും ലീമാൻ ജിൻസിയോട് പറഞ്ഞു, ജിൻസി, ഈ കളി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൈയൊന്ന് ചുരുട്ടി ഒരൊറ്റ ഇടി. ശരിക്കും ആ ഇടിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കുമ്പോഴേക്കും ജിൻസി ഇടിയേറ്റ് ഒരുപാട് ദൂരേക്ക് തെറിച്ചു കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞതും ആ വീണ് കിടക്കുന്ന ജിൻസിയുടെ അടുത്ത് സാക്ഷാൽ ലീമാൻ എത്തി. ലീമാനെ കണ്ടതും എണീക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജിൻസി ലീമാനോട് സർവ്വ തെറ്റുകൾക്കും മാപ്പപേക്ഷിച്ചു. പക്ഷെ അതൊന്നും കേൾക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നില്ല ലീമാൻ. ലീമാൻ കൈ ഉയർത്തി ഒരൊറ്റയാടി. അവിടെ വെച്ച് ജിൻസിയുടെ ആ തല അങ്ങ് തകർന്നു.
അയാളുടെ പ്രിമോഡിയൽ സ്പിരിറ്റ് പോലും ആ നിമിഷം തരിപ്പണമായി. ഒരു ട്രൂ സെയിന്റിനെ ഈ ശൈലിയിൽ ഒരാൾ തല്ലിക്കൊല്ലുന്നത് ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണുന്നത്. ആ സംഭവം നടന്ന് ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ആ മലയ്ക്ക് ചുറ്റുമുള്ള ബാരിയർ അപ്രത്യക്ഷമായി. ഇപ്പോൾ ആളുകൾക്ക് വ്യക്തമായും തല തകർന്നു കിടക്കുന്ന സാക്ഷാൽ ട്രൂ സെയിന്റ് ജിൻസിയെ കാണാം. ജിൻസിയും പുതിയ ട്രൂ സെയിന്റ് ലീമാനും 2 യുഗങ്ങളിലുള്ള ആളുകളാണ്. ജിൻസിയുടെ പീക്ക് ലെവലിൽ നിന്ന് ജിൻസി താഴേക്ക് വന്നതിന് ശേഷമാണ് ലീമാനുമായി ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ടാണ് ലീമാന് വളരെ അനായാസമായി ജിൻസിയെ തോൽപ്പിക്കാൻ പറ്റിയത്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ലീമാൻ അതിവേഗം അവിടെ നിന്ന് തിരിച്ചു. ഈ സംഭവം പെട്ടെന്ന് തന്നെ ആ ഹോളി റീജിയനിൽ വലിയ പാട്ടായി മാറി. ഇത് സ്വാഭാവികമായിട്ടും ചെസ് കളിക്കുന്നതിനിടയിൽ മാർക്ക് ഫെല്ലറും ഡീനിലും തമ്മിലുള്ള സംഭാഷണത്തിൽ എത്തുകയും ചെയ്തു. മാർക്ക്, നീ അറിഞ്ഞല്ലോ അല്ലേ ആ ട്രൂ സെയിന്റ് ജിൻസിയെ ലീമാൻ തല്ലിക്കുന്ന കഥ? ഡീലി, ഞാനും ആ കഥ കേട്ടിരുന്നു. ലീമാൻ ശരിക്കും ശക്തൻ തന്നെയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞിട്ട് ഡീലിയോട് പറഞ്ഞു, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉറപ്പായും ഇവിടെ വരും. വരാൻ പോകുന്ന ആ കാര്യം എന്തായാലും സംഭവിക്കും. അതിനെക്കുറിച്ച് ഇപ്പോഴാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. മാർക്ക് ഒരു വേദാന്തിയുടെ ശൈലിയിലാണ് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഡീലി ഒന്ന് ചിരിച്ചു. ഡീലിയും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള ആ ചെസ് മത്സരം പല ദിവസങ്ങളിലും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 3-4 ദിവസം കടന്നുപോയപ്പോൾ ഹോളി റീജിയനിൽ പല ഭാഗത്തും പുതിയ ട്രൂ സെയിന്റുകൾ ജനിച്ചു എന്നുള്ള വാർത്ത പതുക്കെ പതുക്കെ കേട്ടു തുടങ്ങി. ഈ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ ഭാഗമല്ലാത്ത അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും ഉണ്ട്. അവരിൽ നിന്നൊക്കെയുള്ള ശക്ത ട്രൂ സെയിന്റായി ജനിച്ചിരിക്കുന്നു. ശരിക്കും അതും ഞെട്ടിക്കുന്ന വാർത്തയാണ്. ആ വാർത്തകൾ അങ്ങനെ വരുമ്പോഴാണ് മറ്റൊരു കാര്യം ആളുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ലീമാൻ ആ കയോട്ടിക് ഗുഹയുടെ ഭാഗത്തേക്ക് നീങ്ങി എന്നുള്ള വാർത്തയാണ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വാർത്ത അറിഞ്ഞതും എൻ്റയർ ജനതയും അങ്ങോട്ടേക്ക് തിരിച്ചു. ലീമാൻ എവിടെ പോയാലും ആളുകൾ അയാളെ ഫോളോ ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ആളുകൾ ഓടിയെത്തുമ്പോൾ ലീമാൻ ആ കയോട്ടിക് ഗുഹയുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. മുകളിലാണ് ഗുഹ, അയാൾ താഴെ നിൽക്കുകയാണ്. താഴെ നിന്ന് ആ ഗുഹയൊന്ന് നോക്കിയ ലീമാൻ താഴെന്ന് ഒന്ന് പൊങ്ങി. ശരിക്കും അയാൾ ആ ഗുഹയുടെ നേരെ വന്നതും അവിടെ ലാൻഡ് ചെയ്തു. അയാളുടെ തൊട്ടു മുന്നിലായി ആ 9 പീഠങ്ങളുണ്ട്. വോളിബോൾ കോർട്ടുകളുടെ അതേ വലിപ്പമുള്ള വലിയ പീഠങ്ങളാണ് അവിടെ ആ ഗുഹയെ സംരക്ഷിച്ചുകൊണ്ട് ഗുഹയ്ക്ക് മുന്നിലായി ഉള്ളത്. ആ 9 പീഠങ്ങളിൽ ഏറ്റവും മുന്നിലുള്ള പീഠത്തിൽ ഒത്തിരി ആളുകളുണ്ട്. അവയെല്ലാം സോംബികളാണ്. ആ പീഠത്തിനെ കടന്ന് മാത്രമേ ഏതൊരാൾക്കും പുറകിലേക്ക് പോകാൻ കഴിയൂ. ആ പീഠത്തിൽ നിൽക്കുന്ന ആളുകൾ കടന്നു വരുന്ന ഏതൊരാളെയും കൊല്ലാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ആ പീഠത്തിന് സമാന്തരമായി ഇടതുവശത്ത് സകലതയും വലിച്ചെടുക്കുന്ന ഒരു പീഠമുണ്ട്. ഇത് രണ്ടിലും തൊടാതെ ഒരാൾക്കും അകത്തേക്ക് കടക്കാൻ കഴിയില്ല. ലീമാൻ ആ പീഠത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് സാവധാനം മുന്നോട്ട് നടന്നു. ലീമാൻ മുന്നോട്ട് നടക്കുമ്പോൾ താഴെ ഒരുപാട് ആളുകൾ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ 1-ാമത്തെ പീഠത്തിനടുത്ത് ലീമാൻ എത്തി. ലീമാൻ 1-ാമത്തെ പീഠത്തിനടുത്ത് എത്തിയതും ആ പീഠത്തിലുണ്ടായിരുന്ന ആ ഗുഹയിലെ അടിമകൾ എന്ന് വിളിക്കപ്പെടുന്ന സോംബികൾ ലീമാന് നേരെ കുതിച്ചു വന്നു. ശരിക്കും പവർഫുൾ ആണ് ആ സോംബികൾ. ആ കുതിച്ചു വന്ന സോംബികളെ വെറുതെ കൈയൊന്ന് അനക്കിയതും ലീമാൻ കൊന്നൊടുക്കി. ലീമാന്റെ കൈയൊന്ന് അനങ്ങിയതും ആ കൈക്കുള്ളിൽ നിന്ന് ഒരു പ്രകാശം ആ സോംബികളുടെ പുറത്തേക്ക് ഇടിച്ച് കയറിയായിരുന്നു. ആ പ്രകാശത്തിൽ ആ എൻ്റെ സോംബികളും കത്തിച്ചാമ്പലായി. ലീമാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതും ആ കത്തിച്ചാമ്പലായ മുഴുവൻ സോംബികളും പുനർജനിച്ചു. അവ വീണ്ടും ലീമാനെ അറ്റാക്ക് ചെയ്തു. ലീമാൻ വീണ്ടും അവരെ ഒരു കൈയനക്കം കൊണ്ട് ഇല്ലാതാക്കിയെങ്കിലും മുന്നോട്ട് 2 സ്റ്റെപ്പോട് വെച്ചതും വീണ്ടും ആ പീഠം നിറയെ സോംബികളായി. ലീമാൻ ഏകദേശം 1 ഡസൻ തവണയെങ്കിലും തുടർന്ന് ആ സോംബികളെ ഒഴിവാക്കി കാണും. അയാൾ കയ്യെന്ന് അനക്കുന്നതും അതിശക്തമായ പ്രകാശത്തിൽ ആ എല്ലാ സോംബികളും എരിഞ്ഞു പോകും. പക്ഷേ 2 സ്റ്റെപ്പ് അയാൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ വീണ്ടും ആ സോംബികൾ പുനർജനിക്കും. ആ പീഠത്തിൻ്റെ അസാധ്യമായ ആ ടെക്നിക്ക് താഴെ നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായി കാണാം. വീണ്ടും ആ സോംബികൾ പുനർജനിച്ചത് കണ്ടതും അയാളുടെ കൈ കൊണ്ട് വായുവിൽ ഒരു വട്ടം വരച്ചു. ശരിക്കും അയാൾ വൃത്താകൃതിയിൽ ആ കൈയൊന്ന് അനക്കിയതും
അവിടെ ഒരു നെറ്റ് പോലൊരു സംഭവം പ്രത്യക്ഷപ്പെട്ടു. ആ നെറ്റ് പ്രത്യക്ഷപ്പെട്ട ആ നിമിഷത്തിൽ ലീമാൻ കൈ ഒന്ന് മുകളിലേക്ക് ആക്കിയതും ആ നെറ്റ് ആ 9ാമത്തെ പീഠത്തെ പൂർണ്ണമായും അങ്ങ് മൂടി. ഇപ്പോൾ ആ മൂടപ്പെട്ട നെറ്റിനുള്ളിലാണ് എല്ലാ സോംബികളും ഉള്ളത്. ആ സോംബികൾ ആ നെറ്റിനെ പൊളിക്കാൻ സർവ്വശക്തി ഉപയോഗിക്കുന്നത് താഴെ നിൽക്കുന്ന ആളുകൾക്ക് കാണാം. പക്ഷേ അവർക്ക് ആ നെറ്റ് പൊളിക്കാൻ പറ്റുന്നില്ല. ഒരു അമ്പരപ്പിക്കുന്ന സംഭവമാണ് ആളുകൾ കണ്ടത്. ആ ഗുഹയെ സംരക്ഷിക്കാനായി കയോട്ടിക് ഗുഹയുടെ സ്ഥാപകർ സൃഷ്ടിച്ചിരിക്കുന്ന ആ സോംബികളെ ഇതാ നിസ്സാരമായ ഒരു ടെക്നിക്കിലൂടെ ലീമാൻ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ലീമാൻ ആ സോംബികളെ കടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ പെട്ടെന്ന് എല്ലാ പീഠങ്ങളും ഒന്ന് അനങ്ങി. എല്ലാ പീഠങ്ങളിൽ നിന്നും ശക്തമായ ഒരു പ്രകാശം നേരെ ആകാശത്തേക്ക് ഉയർന്നു. അത് കണ്ട് ലീമാൻ അവിടെ അങ്ങനെ നിന്നു. ആ പ്രകാശം ആകാശത്തേക്ക് അങ്ങനെ ഉയർന്നു പൊങ്ങിയിട്ട് ആ 9 പീഠങ്ങളിൽ നിന്നും പ്രകാശം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയിട്ട് പെട്ടെന്നാണ് അതിവേഗതയിൽ താഴേക്ക് കുതിച്ചത്. ആ പ്രകാശം താഴേക്ക് കുതിച്ച് ഒരു പോയിന്റിൽ വന്നു നിന്നതും അത് ഒരു മനുഷ്യനായി മാറി. ആ 9 പീഠങ്ങളും ചേർന്ന് ഒരു മനുഷ്യനെ അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ മനുഷ്യന് അതിശക്തമായ പവർ ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. എതിരെ നിൽക്കുന്ന ആ മനുഷ്യനും ട്രൂ സെയിന്റ് ആണ്. അത് പക്ഷേ ആ പീഠങ്ങളുടെ സൃഷ്ടിയാണെന്ന് മാത്രം. ആ പീഠങ്ങളെ കടന്ന് ഒരാൾക്കും അകത്തേക്ക് പോകാൻ കഴിയില്ല. അകത്തേക്ക് പോകണമെങ്കിൽ അവരുടെ കയ്യിൽ ചില കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, അവരുടെ കയ്യിൽ ആ ശവകുടീരത്തിൻ്റെ സൃഷ്ടാക്കളുടെ ബോണ് വേണം, അല്ലെങ്കിൽ ആ സൃഷ്ടാക്കൾ തന്നെ കൂടെ ഉണ്ടാകണം. 2, അവരുടെ ദേഹത്ത് കയോട്ടിക് ബ്ലഡ് ഉണ്ടാകണം. ഇത് രണ്ടും അകത്തേക്ക് കടക്കാൻ നിർബന്ധമായും വേണം. മാർക്ക് ഫെല്ലറും ഫെലിനിയും അകത്തേക്ക് കടന്നപ്പോൾ അത് രണ്ടും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. സാക്ഷാൽ ഷൈൻ അകത്തേക്ക് കടക്കുമ്പോഴും അതൊക്കെ ഷൈനിലും ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ ലീമാൻ തന്നെ അകത്തേക്ക് കടന്നിട്ടുണ്ട്. അന്ന് ലീമാന്റെ കയ്യിലും അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ലാതെ ശക്തി ഉപയോഗിച്ച് അകത്തേക്ക് കടക്കാനാണ് ലീമാൻ ശ്രമിക്കുന്നത്. ലീമാന്റെ ആ ശ്രമത്തെ ആ കയോട്ടിക് ഗുഹ അതിൻ്റെതായ ബുദ്ധിശക്തി ഉപയോഗിച്ച് തകർക്കാനായിട്ടാണ് ലീമാൻ ഒപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനെ അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ശരിക്കും ആ പീഠങ്ങൾക്ക് ഒരു ബുദ്ധിയുണ്ട്. ആ കാര്യം വ്യക്തമാകുന്ന സൃഷ്ടിയാണ് ഇപ്പോൾ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മനുഷ്യൻ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അവൻ്റെ കണ്ണുകൾ സാക്ഷാൽ ലീമാനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ കണ്ണുകളിൽ നിന്നൊരു പ്രകാശം ലീമാനെതിരെ പാഞ്ഞു വന്നത്. അതിശക്തമായ പ്രകാശം ലീമാനെതിരെ പാഞ്ഞു വന്നതും ലീമാൻ 2 കൈകളും ഒന്ന് അനക്കിയതും ലീമാന്റെ കയ്യിൽ നിന്നും പ്രകാശം ആ പാഞ്ഞു വരുന്ന പ്രകാശത്തിന് നേരെ പാഞ്ഞു. ശരിക്കും 2 പ്രകാശ ബീമുകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. ആ ഏറ്റുമുട്ടൽ 1 സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നിമിഷത്തിൽ ആ മനുഷ്യൻ കൈയൊന്നുയർത്തിയതും ആകാശത്തേക്ക് അതിശക്തമായ ഒരു ബീം പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും ആകാശം മുട്ടു നിൽക്കുന്ന ഒരു കൂറ്റൻ പ്രകാശ ബീം. ആ ബീം തറയും ആകാശവും തൊട്ടു നിൽക്കുകയാണ്. വൻ വലിപ്പമുണ്ട് ആ ബീമിന്. ആ ബീം ഏതാണ്ട് ആ കയോട്ടിക് ഗുഹയുടെ എൻ്റയർ ഏരിയയും കവർ ചെയ്തു എന്ന് പറയാം. ആ ബീമിന് മുന്നിലാണ് ഇപ്പോൾ ലീമാൻ. ആ ബീം ലീമാന് നേരെ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ലീമാന് നേരെ ആ ബീം അങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ ലീമാൻ അവസാനിക്കുമെന്ന് അത് കണ്ടുനിന്ന് എല്ലാവർക്കും ബോധ്യമായി. പക്ഷെ ലീമാൻ സകലരെ അമ്പരപ്പിച്ചുകൊണ്ട് അയാളുടെ ഓറ പൂർണ്ണമായും പുറത്തേക്കെടുത്ത് അതിശക്തനായ ഒരു യോദ്ധാവായി മാറിക്കൊണ്ട് അയാളുടെ കൈ രണ്ടും ഉയർത്തിപ്പിടിച്ചതും ആ കയ്യിൽ നിന്ന് ശക്തമായ പ്രകാശം ആ ബീമിന് നേരെ പാഞ്ഞു വന്നു. 2 പേരും ഉപയോഗിക്കുന്നത് പ്രകാശമാണ്. ഒരെണ്ണം അതിശക്തമായ ഒരു തൂണ് പോലെ നിൽക്കുകയാണെങ്കിൽ മറ്റത് 2 കൈയിൽ നിന്നും ടോർച്ച് പോലെ നേരെ പോകുന്ന പ്രകാശമാണ്. ആ 2 ടോർച്ച് പ്രകാശവും മുന്നിലുള്ള ബീമിൽ അങ്ങനെ തട്ടി നിൽക്കുകയാണ്. ശരിക്കും ഒരു ബലപരീക്ഷണം നടക്കുകയാണ്. ആ ബലപരീക്ഷണം ഒരു കാഴ്ച തന്നെയാണ്. ആ ബലപരീക്ഷണം അങ്ങനെ നടക്കുമ്പോൾ ശക്തമായ പ്രഷർ ലീമാന്റെ മുകളിൽ അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ലീമാൻ ശരിക്കും കയോട്ടിക് ഗുഹയുടെ സൃഷ്ടാക്കളുടെ അതിശക്തനായ ഒരു ട്രൂ സെയിന്റിനെ ഇത് നേരിടുകയാണ്. ആ ട്രൂ സെയിന്റ് സൃഷ്ടിച്ച ആ പ്രകാശ ബീമിനെ ലീമാൻ തൻ്റെ കരുത്തുകൊണ്ട് നേരിടുകയാണ്. പക്ഷേ ഏകദേശം ഒരു അരമണിക്കൂറായതും ആ ബീം പതുക്കെ പതുക്കെ
മുന്നോട്ട് നീങ്ങി തുടങ്ങി. ലീമാൻ പുറകോട്ട് നീങ്ങുകയാണ്. ലീമാൻ കൊല്ലപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് പെട്ടെന്ന് ആളുകളൊക്കെ കടന്നു. പക്ഷെ ആ നിമിഷത്തിൽ ലീമാൻ അതിവേഗത്തിൽ അവിടെ നിന്ന് മൂങ്ങി. ശരിക്കും കണ്ണം ചിക്കുന്ന വേഗതയിൽ ലീമാൻ അവിടെ നിന്ന് ഒഴിയേരും. ആ ബീം ലീമാൻ നിന്ന ഭാഗത്തേക്ക് തറയിൽ ആഞ്ഞടിച്ചതും അവിടെ ലീമാനില്ല. തൻ്റെ പുറത്തേക്ക് ആ ബീം വീഴുമെന്ന് തോന്നിയ നിമിഷത്തിൽ ലീമാൻ പറന്ന് ഉയർന്നതാണ്. ശരിക്കും അതൊരു കാഴ്ച തന്നെയാണ്. ലീമാൻ ഇപ്പോൾ ആ കയോട്ടി ഗുഹയുടെ ബൗണ്ടറിക്ക് പുറത്താണ്. ബൗണ്ടറി കടന്ന് പുറത്തേക്ക് പോകാൻ അകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ ഭീമനോ അതുപോലെ ആ ഭീമിൻ്റെ സൃഷ്ടാവായ ആ രൂപത്തിനോ പറ്റില്ല. അവർക്കൊരു ബൗണ്ടറി ഉണ്ട്. ലീമാൻ ബൗണ്ടറിക്ക് പുറത്താണ്. ലീമാൻ വളരെ കൗതുകത്തോടെ ആ കയോട്ടി ഗുഹയെ ഒന്ന് നോക്കി, ആ 9 പീഠങ്ങളെയും. ശരിക്കും ഒരു അഭിമാനം ഇപ്പൊ ലീമാന്റെ മുഖത്തുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾ ആ ഊജിയുടെ 2 ബോഡി ഗാർഡുകളും സൃഷ്ടിച്ച ആ കയോട്ടി ഗുഹയുടെ സംരക്ഷണത്തിന്റെ ചുമതലയുള്ള ആ സംവിധാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആ 9 പീഠങ്ങളിൽ ചേർന്ന് ആ അമാനുഷിക സൃഷ്ടിയുടെ കയ്യിൽ നിന്ന് സുന്ദരമായി ലീമാൻ വഴുതി മാറുകയാണ്. ലീമാന്റെ മുഖത്തെ വിജയം സ്വാഭാവികമായിട്ടും അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവരൊക്കെ വല്ലാത്ത സന്തോഷത്തിലാണ്. ലീമാൻ ഒരു മനുഷ്യനും മറ്റത് ഒരു മാന്ത്രിക സൃഷ്ടിയുമാണ്. അതൊരു അസാധാരണ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ കയ്യിൽ നിന്ന് ഒരാൾക്കും പുറത്തു കടക്കാൻ കഴിയില്ല. പക്ഷെ ലീമാൻ പുറത്തു കടന്നിരിക്കുന്നു. ഈ സംഭവവികാസങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു തടാകത്തിൻ്റെ കരയിൽ ഒരു മനുഷ്യൻ അങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. അയാളുടെ ബ്രേക്ക് ത്രൂ ആണ് അവിടെ നടക്കുന്നത്. ആകാശത്ത് ഇഷ്ടംപോലെ മേഘങ്ങൾ വന്നിട്ടുണ്ട്. ട്രിബുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. വൻതോതിൽ ഇടിമിന്നലും ആ ദേഹത്തേക്ക് എങ്ങനെ പെയ്തിറങ്ങുകയാണ്. ദൂരെ കൂടെ പോകുന്ന ആളുകളൊക്കെ ആ കാഴ്ച കണ്ട് ആ ഭാഗത്തേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ ആ ട്രിബുലേഷൻ അങ്ങ് അവസാനിച്ചു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ആ കായലിന്റെ കരയിൽ നിന്ന് എണീറ്റു. ആ മനുഷ്യനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ആ ആളെ നമ്മൾ കണ്ടത് അങ്ങ് ഭൂമിയിൽ മാർക്ക് ഫെല്ലർക്ക് ഒപ്പമാണ്. മാർക്കിന് ആ ജിങ്തു മേഖലയിൽ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആ സുഹൃത്തുക്കളിൽ ഒരാളാണ് യുവാൻ ഷോ. ആ യുവാൻ ഷോയെ ശ്രദ്ധിക്കണമെന്നാണ് മാർക്കിനോട് ഷുവാൻ കുടുംബത്തിലെ ആ സഹോദരന്മാരിൽ ഒരാൾ ഒരിക്കൽ പറഞ്ഞത്. അങ്ങനെ പറയുന്നത് ഒരു കപ്പലിൽ വെച്ചാണ്. യുവാൻ ഷോയ്ക്ക് ഇമോട്ടർ സ്ലേയിങ് സെക്ഷനുമായി എന്തോ ബന്ധമുണ്ടെന്നാണ് അന്ന് ഷുവാങ് മാർക്കിനോട് പറഞ്ഞത്. ആ യുവാൻ ഷോ ഇതാ ട്രൂ സെയിന്റായി മാറിയിരിക്കുന്നു. ശരിക്കും ട്രൂ സെയിന്റായി മാറിയ യുവാൻ ഷോയെ പിറ്റേ ദിവസം മുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങിയാണ്. യുവാൻ ഷോ ഓരോ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലേക്കും അങ്ങനെ ഇരച്ച് കയറി തുടങ്ങി. യുവാൻ ഷോ ഒരു കുടുംബത്തിലേക്ക് കയറിയാൽ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ ജീവനുള്ള ആരും അവശേഷിക്കില്ല. അവിടെ ഉള്ളത് ട്രൂ സെയിന്റ് ആണെങ്കിലും സെമി സെയിന്റ് ആണെങ്കിലും കൊല്ലപ്പെട്ടിരിക്കും. അവിടെ ഉള്ളത് കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവശേഷിക്കില്ല. അവിടെയുള്ള ജീവനുള്ള എല്ലാത്തിനെയും കൊല്ലുക എന്നുള്ളത് യുവാൻ ഷോയുടെ ഒരു രീതിയാണ്. ശരിക്കും അയാൾ ഒരു താണ്ഡവം തന്നെ ആ ഹോളി റീജിയനിൽ നടത്തി തുടങ്ങി. ഒരു ഭയം സ്വാഭാവികമായിട്ടും സകലർക്കും അനുഭവപ്പെടുകയാണ്. യുവാൻ ഷോയുടെ പേരോ അയാൾ എവിടെ നിന്ന് വന്നെന്നോ ആർക്കും അറിയില്ല. ഒരു പുതിയ ഹോളി സെയിന്റ് സകല ആളുകളെയും കൊന്നൊടുക്കുന്നു. അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുകയാണ്. ഈ സംഭവവികാസങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം മാർക്ക് ഫെല്ലറും ഡീൻലിയും തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് ചെസ് കളിക്കുകയാണ്. അങ്ങനെ അവർ ചെസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാർക്ക് ഫെല്ലർക്ക് അതിശക്തമായ ഒരു ഓറയുടെ സാന്നിധ്യം ഫീൽ ചെയ്തു. അത് മനസ്സിലാക്കിയ മാർക്ക് തിരിഞ്ഞതും ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ അകത്തേക്ക് വെക്കൂ. ഡീൻലി മാർക്ക് ഞാൻ പറഞ്ഞത് കേൾക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ഡീൻലി കൈയൊന്ന് അനക്കിയതും മാർക്കിനെ ശക്തമായൊരു ഫോഴ്സ് അവിടെ നിന്ന് മാറ്റി. ഈ സമയത്ത് അവിടെ മുഴക്കമുള്ള ഒരു ശബ്ദം കേട്ടു. ഞാൻ ഷീ ലീമാൻ ഈ തണ്ടർ കോർട്ട്യാർഡിന്റെ ഡീനെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ശബ്ദം പറഞ്ഞതും ആ ശബ്ദത്തിന് മുന്നിലായി ഡീൻലിയുടെ ഫാൻറ്റം പ്രത്യക്ഷപ്പെട്ടു. ഏയ് ലീമാൻ ബാബാ. അങ്ങനെ ഫാൻറ്റം ലീമാനോട് പറഞ്ഞതും ലീമാൻ ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു. അടുത്ത നിമിഷത്തിൽ അയാൾ അവിടെ നിന്ന് നേരെ ഡീൻലിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഡീൻലിയുടെ ഒറിജിനൽ രൂപം ആ സമയത്ത് അവിടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെസ് കളിക്കുന്ന ഡീൻലിയുടെ എതിരെയുള്ള കസേരയിൽ സാക്ഷാൽ ലീമാൻ വന്നിരുന്നു. ലീമാൻ സുഗന്ധനല്ലേ? അങ്ങനെ
ഡീൻലി ചോദിച്ചതും ലീമാൻ ആ മുന്നിലുള്ള ചെസ് ബോർഡിലേക്ക് നോക്കി. ചെസ് ബോർഡിൽ രണ്ടാളുകൾ കളിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഡീൻലിയുടെ കരു നീക്കി വെച്ചത് കണ്ടതും ലീമാൻ ഒരു കരുവെടുത്ത് സാവധാനം മുന്നോട്ട് നീക്കി. അയാൾ ആ കരു മുന്നോട്ട് നീക്കുമ്പോൾ അതിശക്തമായൊരു പ്രഷർ ശരിക്കും ആ ചെസ് ബോർഡിനകത്ത് അനുഭവപ്പെടുകയാണ്. അതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഒരു യുദ്ധം യഥാർത്ഥത്തിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെസ്സിനകത്തുള്ള യുദ്ധം. ആ കരു ലീമാൻ ആ ചെസ് ബോർഡിൽ ഒരു കോളത്തിൽ വെച്ചതും ശരിക്കും ഒരു വൻ പ്രഷർ ആ ചെസ് ബോർഡിൽ അനുഭവപ്പെടുന്നുവെന്ന് അതിൻ്റെ ഭാവം കാണുന്ന ആർക്ക് മനസ്സിലാവും. മറയ്ക്കപ്പുറത്ത് മാർക്ക് ഫെല്ലർക്ക് ഈ കാഴ്ച കാണുകയും ചെയ്യാം, ശബ്ദം കേൾക്കുകയും ചെയ്യാം. മാർക്ക് അമ്പരപ്പോടെ ആ ചെസ് ബോർഡിലേക്കും കളിക്കുന്ന ലീമാനിലേക്കും നോക്കുമ്പോൾ ഡീൻലി ഒരു ആളിനെ ചെറുതായിട്ടൊന്ന് ഒരു കോളം മുന്നോട്ട് തള്ളി. ആ നിമിഷത്തിൽ ആ ചെസ് ബോർഡ് ശാന്തമായി. അത് കണ്ടതും ലീമാൻ ചിരിച്ചുകൊണ്ട് ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, താങ്കൾ ഇപ്പോഴും അതിശയിപ്പിക്കുകയാണല്ലോ. അങ്ങനെ പറഞ്ഞ ലീമാൻ കുതിരയെ ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ചാടിച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു നീക്കമാണ് ആ കുതിരയുടെ ചാട്ടം വഴി ലീമാൻ നടത്തിയത്. അത് ചാടി നിന്നതും ശരിക്കും ആ ചെസ് ബോർഡ് ഒന്ന് അനങ്ങി. ഒരു പ്രഷർ വീണ്ടും ആ ചെസ് ബോർഡിനകത്ത് രൂപം കൊള്ളുകയാണ്. ലീമാൻ അങ്ങനെ ചെയ്തതും ഡീൻലിയുടെ ബിഷപ്പ് ഒന്ന് ചലിച്ചു. അതൊരു കോർണറിലേക്ക് മാറിയതും പെട്ടെന്ന് ആ അനക്കങ്ങ് നിന്നു. രണ്ട് അതിശക്തർ അവരുടെ ചെസ് കളിയിലെ പ്രാവീണ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു യുദ്ധത്തെ നേരിടുകയാണ്. ഡീൻലി ആ ബിഷപ്പിനെ അറേഞ്ച് ചെയ്തതും ലീമാൻ ചിരിച്ചുകൊണ്ട് ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം അറിയാമല്ലോ. ആ ലീമാൻ, ഞാൻ അത് ചോദിക്കാൻ വിട്ടുപോയി. എന്തിനാ വന്നേ? ഡീൻലി, നിങ്ങൾക്കറിയാം ഞാൻ എന്തിനാ വന്നതെന്ന്. എനിക്ക് ആ ഇമോർട്ടൽ സ്ക്രിപ്ചർ വേണം. ഹേയ് ലീമാൻ, നീ ചോദിക്കുന്നത് ശരിയാണ് എന്ന് കരുതുന്നുണ്ടോ? മാർക്ക് ഫെല്ലർക്ക് ലഭിച്ച ആ സ്ക്രിപ്ചർ മാർക്ക് നിനക്കെന്തിനു നൽകണം? ഡീൻലി, മാർക്ക് ഒരു നോബഡിയാണ്. അവൻ്റെ കയ്യിൽ ഇരിക്കേണ്ട ഒരു കാര്യമല്ല ആ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചർ. അത് അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഹേയ് ലീമാൻ, നീ പറയുന്നത് ഒരു കൊള്ളക്കാരൻ്റെ ഭാഷയാണ്. നിനക്കും ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും ആ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചർ എടുക്കാൻ ഒരേ അവസരമാണ് ഉണ്ടായിരുന്നത്. നീ അതിൽ പരാജയപ്പെട്ടു. മാർക്ക് വിജയിച്ചു. അതുകൊണ്ട് തന്നെ അതിനിപ്പോൾ ഒരേ ഒരു ആളെ അധികാരിയായിട്ടുള്ളൂ, അല്ലെങ്കിൽ അവകാശിയായിട്ടുള്ളൂ. അത് മാർക്ക് ഫെല്ലറാണ്. ഡീൻലി, നിങ്ങളൊരു മാർക്കിന് വേണ്ടി ഷീ കുടുംബത്തെ എതിർക്കാൻ പോവുകയാണോ? ഹേയ് ലീമാൻ, നീ അങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിൽ എനിക്ക് അതേ എന്ന് ഉത്തരം പറയേണ്ടി വരും. ഡീൻലി, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ധരിക്കണ്ട. എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ ആക്രമിക്കും എന്ന നിലയിലാണ്. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. അങ്ങനെ ഡീൻലി പറഞ്ഞതും ലീമാൻ ഒരു കരു കൂടി നീക്കി. അയാളുടെ ക്യൂനിനെ 2 കോളം മുന്നിലേക്ക് കയറ്റി വെച്ചതാണ്. ശരിക്കും ഒരു പവർഫുൾ നീക്കമായിരുന്നു അത്. അതിൻ്റെതായ ഒരു ആഘാതം ആ ചെസ് ബോർഡിനകത്തുണ്ടായി. ആ ചെസ് ബോർഡിലെ കരികളൊക്കെ ഒന്ന് അനങ്ങി തുടങ്ങി. ശരിക്കും ഒരു വിറയൽ ആ ചെസ് ബോർഡിനുണ്ട്. അത് കണ്ടതും ഡീൻലിയുടെ കുതിരയെ ഒന്ന് ചലിപ്പിച്ചു. ആ കുതിരയെ ഡീൻലി ചലിപ്പിച്ചതും ആ കുതിരയുടെ കാൽവെട്ടത്തിൽ ആ ക്യൂൻ പെട്ടതുപോലെയായി. പെട്ടെന്ന് ആ ചെസ് ബോർഡ് നിശ്ചലമായി. ആ ചെസ് ബോർഡ് നിശ്ചലമായതും ഡീൻലി തന്നെ ഒന്ന് നോക്കിയിട്ട് ലീമാൻ പറഞ്ഞു, ഡീൻലി, നിങ്ങൾ ശക്തനാണെന്നുള്ള ഒരു അഹങ്കാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ശക്തിയുള്ളവർ. വേറെയും ഒരുപാട് പേര് ശക്തരാണ്. ഞങ്ങൾ തീരുമാനിച്ചാൽ തണ്ടർ കോട്ടിയാൽ ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. നോക്കൂ ലീമാൻ, ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഒരു സാഹചര്യത്തിലും ഞാൻ മാർക്ക് ഫെല്ലറെ വിട്ടുതരില്ല. നിങ്ങളുടെ ആ ഉദ്ദേശം നിങ്ങൾ മാറ്റിവെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ ഡീൻലി തീർത്തു പറഞ്ഞതും ലീമാൻ അവിടെ നിന്ന് എണീറ്റു. അയാൾ ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, ഇതുവരെ നമ്മൾ സൗഹാർദ്ദത്തിലാണ് സംസാരിച്ചത്. ഇനിയും അങ്ങനെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ മാർക്കിന് വേണ്ടി നിങ്ങൾ ഈ തണ്ടർ കോർട്ട്യാർഡിനെ ബലി കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അതിവേഗം പുറത്തേക്ക് നീങ്ങി. ലീമാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ ഓടി ഡീൻലിയുടെ അടുത്തെത്തി. മാർക്ക് ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, ഞാൻ കാരണം ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഹേയ് മാർക്ക്,
നീ അങ്ങനെ കരുതണ്ട. നീ ഒരു നിമിത്തമായി എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഇത് സംഭവിക്കാനുള്ള സമയമായി, അത്രയേ ഉള്ളൂ. ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ ഈ ധാർഷ്ട്യം അത് അങ്ങനെ അങ്ങ് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. സകലതിനും അവർ മാത്രമാണ് അനുയോജ്യരെന്നുള്ള അവരുടെ ആ ധാരണയുണ്ടല്ലോ, അത് നമുക്ക് അനുവദിക്കാനാകും. അങ്ങനെ ഡീല് തീർത്തു പറഞ്ഞതും അനവധി ആളുകൾ അവിടേക്ക് ഓടിയെത്തി. അവരൊക്കെ ആ സംഭവ വികാസങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തണ്ടർ കോർട്ട്യാർഡിൽ വിഷയം ഉണ്ടാകാൻ പോവുകയാണെന്ന് ഒരു തോന്നൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഓടി വന്നത്. അവർ ഓടിയെത്തി അവരെല്ലാം ഡീലിയോട് ചോദിച്ചു, ഡീലി വിഷയമൊന്നുമില്ലല്ലോ? ഏയ്, എന്ത് വിഷയം? ഡീലി അവരെയൊക്കെ ആശ്വസിപ്പിച്ച് അവിടെ അയച്ചതും മാർക്ക് ഫെല്ലറും ഡീലിയും മാത്രമായി. മാർക്ക് ഡെയിലിയോട് പറഞ്ഞു, ഡെയിലി എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ കൾട്ടിവേഷന് അതങ്ങോട്ട് ഗുണകരമാവുന്നില്ല. ഞാനൊരു ഫ്രീലാൻസറാണ്. എനിക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ കറങ്ങി നടന്നാലേ എൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും. മാർക്ക്, നീ പറയുന്നത് ശരിയാണെന്ന് എനിക്കും അറിയാം. പക്ഷേ മാർക്ക്, നീ ഒരു കാര്യം ഓർക്കുക, ഇപ്പോൾ സകലരുടെയും ശ്രദ്ധ നിന്നിലാണ്. ഡെയിലി അതിനെക്കുറിച്ച് എനിക്ക് ടെൻഷനൊന്നുമില്ല. എന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഡീൻലി കൈയൊന്ന് ഉയർത്തി. പെട്ടെന്ന് ഡീൻലിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം മാർക്കിന്റെ നെറ്റി വന്ന് പതിച്ചു. മാർക്ക്, ഞാനിപ്പോ ഒരു അടയാളം നിന്റെ ബോഡിയിൽ പതിപ്പിച്ചിട്ടുണ്ട്. അതൊരു പ്രൊട്ടക്ഷനാണ്. നിന്റെ പ്രിമോഡിയൽ സ്പിരിറ്റിനെ അത് പ്രൊട്ടക്ട് ചെയ്യും. പക്ഷേ ഒരേ ഒരു തവണ മാത്രമേ അത് പ്രൊട്ടക്ട് ചെയ്യൂ. എന്തായാലും അത് കേട്ടപ്പോൾ മാർക്കിന് ഒത്തിരി സന്തോഷമായി. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഊജിയുടെ ഡ്രസ്സ് മാർക്കിന്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ അനുയോജ്യമാണ്. മാർക്കിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഏക സ്ഥലം ആ പ്രിമോഡിയൽ സ്പിരിറ്റാണ്. അതിശക്തനായ ഒരു ട്രൂ സെയിന്റ് അയാളുടെ പ്രിമോഡിയൽ സ്പിരിറ്റ് ഉപയോഗിച്ച് മാർക്കിനെ അറ്റാക്ക് ചെയ്താൽ മാർക്ക് വീണുപോകും. ഇപ്പോൾ ആ ഭാഗത്തും ഒരു കവറായി. മാർക്ക് ഡീലിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി. ജൂനോട് പറയാതെയാണ് മാർക്ക് ഇറങ്ങിയത്. മാർക്ക് അവിടെ നിന്ന് നേരെ എത്തിയത് സദേൺ പ്രോവിൻസിലാണ്. സദേൺ പ്രോവിൻസിൽ മാർക്ക് എത്തുമ്പോൾ മാർക്കിന് സ്വന്തം നാട്ടിലെത്തിയ ഒരു ഫീലാണ്. സദേൺ പ്രോവിൻസിൽ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായിട്ടുള്ള ഫൈറ്റ് ആണല്ലോ മാർക്കിന്റെ ഹോളി റീജിയനിലെ ആദ്യത്തെ സംഭവവികാസങ്ങളുടെയൊക്കെ തുടക്കം. മാർക്ക് ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ സെക്ഷൻ ഉണ്ടായിരുന്ന ഭാഗത്തൂടി അങ്ങനെ പതുക്കെ നടന്നു വരുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. മാർക്ക് ആ റെസ്റ്റോറൻറ്റിലോട്ട് കയറി. അവിടെ നല്ല തിരക്കുണ്ട്. മാർക്ക് അവിടെ ഒരു ചായ വാങ്ങിച്ച് അല്പം മാറി ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ചുറ്റും ചെറുപ്പക്കാരെല്ലാം കൂടെ വളഞ്ഞിരിക്കുകയാണ്. അവൻ ആ ആളോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞ എന്താണ് ഈ പാത്ത് ഓഫ് ഹെവന്റെ ആ ഡേറ്റ് എത്തിക്കഴിഞ്ഞു? പാത്ത് ഓഫ് ഹെവന്റെ ഡേറ്റ് എത്തിയെന്നോ? നീ എന്താ പറഞ്ഞു വരുന്നത്? ഇടാ, നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വർഗത്തിൽ നിന്ന് ഒരു പ്രകാശം ഈ ഹോളി റീജിയനിൽ പതിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച്? ആ ദിവസം എത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ അതിന് ഇനി 10 ദിവസമേ ഉള്ളൂ. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മാർക്ക് അത് കേട്ട് ശരിക്കും ഞെട്ടി. ശരിക്കും ഇതിനിടയിൽ ദിവസങ്ങൾ കടന്നുപോയത് മാർക്ക് അറിഞ്ഞിരുന്നില്ല. 10 ദിവസത്തിനകം ആ തീയതി എത്തുകയാണ്. അമ്പരന്ന് പോയ മാർക്ക് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഏയ്, നീ പറഞ്ഞ സത്യമാണോ? മാർക്കിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് സകല ആളുകളുടെ ശ്രദ്ധ മാർക്കിലേക്ക് തിരിയുന്നത്. പെട്ടെന്ന് ആളുകളെല്ലാം കൂടെ മാർക്കിലേക്ക് വളഞ്ഞു. ഏയ് മാർക്ക്! ആളുകൾക്ക് മാർക്കിനെ കണ്ട ആവേശത്തോട് ആവേശം. അവരൊക്കെ ശരിക്കും വല്ലാത്ത ആവേശത്തിലാണ്. മാർക്ക് ഫെല്ലറാണ് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതെന്ന് നേരത്തെ അവരാരും ശ്രദ്ധിച്ചിരുന്നില്ല. അവർ ഭയങ്കര ആവേശത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾക്ക് ഈ സദേൺ പ്രൊവിൻസുകാർക്ക് മാർക്ക് നീ എന്ന് പറഞ്ഞാൽ ജീവനാണ്. നീ ഞങ്ങളുടെ അഭിമാനമാണ്. നീ ആ സെൻട്രൽ പ്ലെയിനിൽ ചെന്നിട്ട് അവിടെയുള്ള ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ യാവോ കുടുംബത്തിന്റെ ആ ഹോളി സണ്ണിനെ പരാജയപ്പെടുത്തിയ കഥ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു. മാർക്ക്, നീ ഒരു ജീനിയസ് ആണ്. നീ ഞങ്ങളുടെ അഭിമാനമാണ്. നീ ഞങ്ങളുടെ മുത്താണ്, ചേനയാണെന്നൊക്കെ ആളിങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ്. ശരിക്കും അവരുടെ ഈ ആവേശവും പറച്ചിലേക്ക് കേട്ടപ്പോൾ മാർക്കിന് തന്നെ എന്ത് വല്ലാണ്ടായി. പക്ഷെ അപ്പോഴും മാർക്കിനറിയാം അവരെല്ലാവരും ഹൃദയം കൊണ്ടാണ് മാർക്കിനോട് സംസാരിക്കുന്നത്. മാർക്ക് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, ഏയ്, നീ പറഞ്ഞത് സത്യമാണോ? മാർക്ക്, ഈ കാര്യത്തിൽ ഞാൻ കളവ് പറയില്ല. ഞാൻ കേട്ടതാണ് സെൻട്രൽ പ്ലെയിനിൽ ഈ വിഷയം സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ആ സെൻട്രൽ പ്ലെയിനിൽ നിന്ന് എത്തിയത്. ഒരു 10 ദിവസം കഴിയുമ്പോൾ ആ പാത്ത് ഓഫ് ഹെവൻ വരുമെന്നാണ് ഞാൻ കേട്ടത്. മാർക്ക് അത് കേട്ടതും അവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. മാർക്കിന് എമിലി ബ്ലാക്കിനെ ആ പാത്ത് ഓഫ് ഹെവന്റെ ഡേറ്റിന് മുന്നേ ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് പുറത്തു കടത്തണം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം. അങ്ങനെ ഒരു പ്ലാനാണ് എമിലിയും മാർക്കും തമ്മിൽ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ പ്ലാനൊക്കെ പൊളിയുകയാണ്. ഇനി 10 ദിവസമേ ഉള്ളൂ. അതിനിടയ്ക്ക് ബ്ലാക്ക് കുടുംബത്തിലെത്തി അവിടുന്ന് എമിലി ബ്ലാക്കുമായി രക്ഷപ്പെടാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല.
മാർക്ക് എന്നിട്ടും അതിവേഗം വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെ സെൻട്രൽ പ്ലെയിനിൽ മടങ്ങിയെത്തി. അപ്പോഴേക്കും 3 ദിവസം കടന്നു കഴിഞ്ഞിരുന്നു. മാർക്ക് ഓടിയെത്തിയത് സാക്ഷാൽ സെയിന്റസ്കൂവിന്റെ ആ ക്ലൗഡ് മൂൺ സെക്ഷനിലാണ്. അവിടെ സെയിന്റസ്കൂ ആ മരത്തിന്റെ ചൂട്ടിലിരിപ്പുണ്ട്. അവിടെ എത്തിയ മാർക്ക് സെയിന്റസ്കൂവിന് മുന്നിലേക്ക് കയറിയിരുന്നു. മാർക്ക്, നീ ഇവിടേക്ക് വന്നത് ആരെങ്കിലും കണ്ടോ? സെയിന്റസ്, അതൊന്നും വിഷയമല്ല. ഞാൻ ഒരു കാര്യം അറിയാനാണ് വന്നത്. എനിക്കറിയാം നിനക്കറിയേണ്ടത് ആ പാത്ത് ഓഫ് ഹെവനെ കുറിച്ചാണെന്ന്. അതെ സെയിന്റസ്, ഈ കേട്ടത് ശരിയാണോ? മാർക്ക്, ശരിയാണ്. 10 ദിവസത്തിനകം ആ സംഭവം ഉണ്ടാവും. മാർക്ക്, എന്താ നിന്റെ പ്ലാന്? നീയും എമിലിയും തമ്മിലുള്ള അടുപ്പം എനിക്കറിയാം. അന്നാണ് എമിലിയും ഷൈനും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നത്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ സെയിന്റസ്കൂവിനോട് പറഞ്ഞു, അത് നടക്കില്ല. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.